ജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയത്തിന് എന്നെ പിന്തുടരാൻ സാധിക്കില്ല. അതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജയങ്ങളും പരാജയങ്ങളും ഇതെല്ലാം ഇടകലർന്ന ഒന്നാണ് അല്ലേ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന നമ്മുടെ ഈ ഷോയിലൂടെ നമ്മുടെ പ്രിയ താരങ്ങളുടെ ജീവിതകഥകൾ, അവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ, പരാജയങ്ങൾ ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ സീസൺ 3 ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ഈ സീസൺ 3 നമ്മൾ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കാൻ പോകുന്നതെന്ന് അറിയോ? അതൊരു ചെറിയൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, വളരെ കരുത്തുറ്റ, വളരെ പവർഫുൾ ആയിട്ടുള്ള മലയാളത്തിലെ ആക്ഷൻ ക്വീൻ ആണ്. സമാനതകളില്ലാത്ത ജീവിത കഥകളുടെ അനിതര സാധാരണമായ വ്യാഖ്യാനങ്ങൾ പകർന്നു നൽകിയ ചരിത്രമാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റേത്. വേറിട്ട അതിഥികൾ, വ്യത്യസ്തമായ സർപ്രൈസുകൾ, ആരും പറയാത്ത വിശേഷങ്ങൾ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എക്കാലത്തെയും ടോപ്പ് പ്രീമിയർ ഷോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വിജയകരമായ 2 സീസണുകൾ താണ്ടി ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് വേദിയിൽ ഏറ്റവും മികച്ച എന്റർടൈൻമെന്റ് ഷോയ്ക്കുള്ള ബഹുമതിയും കരസ്ഥമാക്കിയ 3-ാം സീസണ് കുടിയുയർത്തുമ്പോൾ ആഘോഷവേദിയുടെ 3-ാം അരങ്ങിൽ ആദ്യ അതിഥിയായി മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയ താരം വാണി വിശ്വനാഥ്. വെള്ളിത്തിരയിൽ ആക്ഷൻ രംഗങ്ങൾക്ക് പെൺചാരുതയുടെ മിഴിവേകിയ പ്രിയ നായിക. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും തന്റെ അഭിനയ മികവ് കൊണ്ട് പ്രതിഭാശ്രീയായി മാറിയ വാണി വിശ്വനാഥിനെ അടയാളപ്പെടുത്താൻ മലയാള സിനിമയ്ക്ക് ഓരോ കാലഘട്ടത്തിലെയും ഹിറ്റിന്റെ ഹിറ്റ് ചിത്രങ്ങൾ. അതെ, റൈഫിൾ ക്ലബിലൂടെ മലയാള സിനിമയുടെ ന്യൂജൻ പൂമുഖത്തേക്കും വിരുന്നെത്തിയ വാണി വിശ്വനാഥന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 3 സ്വാഗതം. യെസ് വാണി ചേച്ചി. ഹായ്. യെസ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ചേച്ചി. യെസ് ചേച്ചി. സോ പറയൂ. ചേച്ചി എല്ലാവർക്കും എന്തൊരു ഇഷ്ടമാണ്. എപ്പോഴും വാണി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം. ചേച്ചി ഇങ്ങനെ നമുക്ക് എപ്പോഴും ഒന്നും ഇങ്ങനെ കിട്ടില്ലല്ലോ. ചേച്ചി എപ്പോഴും എല്ലാരും പോലെ എല്ലാ സമയത്തും നമുക്ക് കാണാൻ കിട്ടില്ല, കേൾക്കാൻ കിട്ടില്ല, വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു യുണീക് പീസ് ആകുമ്പോഴത്തേക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചേച്ചി, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ചേച്ചി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ഈ പ്രൊഫൈൽ വീഡിയോയിൽ കാണിച്ചതും ഒക്കെ എന്ന് വെച്ചാല് ചേച്ചിയുടെ ഫസ്റ്റ് പറയണത് ആക്ഷൻ ക്വീൻ എന്നാണ്. അല്ല, വളരെ പവർഫുൾ എന്നുള്ളൊരു അങ്ങനെയാണ് ചേച്ചിന്റെ കൂടെ ടാഗ് ചെയ്യുന്ന ഒരു പേര് അല്ലേ? മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒക്കെ വഴക്കുണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർ പെൺകുട്ടികളുടെ അടുത്ത് കമന്റ് ചെയ്യുന്ന ഒന്നാണ്, നീ ആരാ വാണി വിശ്വനാഥോ? ഇങ്ങനെയൊക്കെ ഫൈറ്റ് ബാക്ക് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആൾക്കാർ റിലേറ്റ് ചെയ്യും. ശരിക്കും ചേച്ചി ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതും ഒറിജിനൽ വാണി വിശ്വനാഥ് എന്ന് പറയുന്നത് ഇത്ര പവർഫുൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണോ? ഒരിക്കലും ആയിരിക്കില്ല. വാണി വിശ്വനാഥിന് എനിക്കും ഒരുപാട് ദൂരമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഒരിക്കലും ഇല്ല, അത് ആക്ടിങ് തന്നെയാണ്. പക്ഷെ എങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഒരു ചെറിയ മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു കുഞ്ഞ് ആക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഇത്ര ഒരു ബോൾഡ് ആണോ? ചെറുപ്പം മുതലേ ചേച്ചി കുറച്ച് ബോൾഡ് എന്ന് പറയുന്നത് അച്ഛൻ ചെറുപ്പം മുതലേ ഈ MGRന്റെ അല്ലെങ്കിൽ ബ്രൂസ്ലിയുടെ, രജനീകാന്തിന്റെ അങ്ങനെയൊക്കെയുള്ള പടങ്ങളാണ് കൂടുതൽ എനിക്ക് കാണിച്ചു തരിക. അപ്പൊ എനിക്ക് തന്നെ സ്വയം ഞാനൊരു എനിക്കൊരു ഹീറോയിൻ എന്ന് പറയുന്നതിനും കൂടെ എനിക്കൊരു ഹീറോ ആവാനാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ എന്നോട് പലരും ചോദിച്ചു, ഇങ്ങനെ ഈ പടത്തിലത്തെ ആ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പടത്തിലത്തെ ഈ ക്യാരക്ടർ. അപ്പൊയൊക്കെ ഞാൻ ഇപ്പൊ മണിച്ചിത്രത്തായുള്ള ശോഭന മാം ചെയ്ത ക്യാരക്ടർ വാണി ചേച്ചി ചെയ്ത് നന്നായിരിക്കും എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് ലാലേട്ടൻ എനിക്ക് കൂടുതൽ ഞാൻ അതാണ് ശ്രദ്ധിക്കുക. ഇതൊന്നും ശ്രദ്ധിക്കില്ല. ഞാൻ ലാലേട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്ക അഭിനയിക്കുന്ന അതിങ്ങനെ നോക്കിയിരിക്കുക. ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ പേടി വന്നത്. അയ്യോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പേടി വന്നില്ല. ഇവരുടെ കൂടെ ഞാൻ എന്താ പറയാ നോക്കി നിന്ന സന്തോഷിച്ച ഇവരുടെ കൂടെ ഞാൻ തിരിച്ച് അഭിനയിക്കും. മമ്മൂക്കയുടെ കൂടെ ഒക്കെ കിങ് അഭിനയം കുഞ്ഞ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിന്ന് ഇവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന അവരാണ് കൂടുതൽ. അപ്പൊ അതിന്റെ പിന്നിലും ചേച്ചിക്ക് അപ്പൊ മനസ്സിലൊരു ടെൻഷനും ഒരു വളരെ വളരെ വളരെ. പക്ഷെ നമ്മൾ വിചാരിക്കണത് എന്താന്ന് അറിയോ, വാണി ചേച്ചി ഭയങ്കര എനിക്ക് എപ്പോഴും ഒരു നായികയല്ല എനിക്ക് വെല്ലുവിളി, എപ്പോഴും ഒരു നായകനാണ് വെല്ലുവിളി. അപ്പൊ അങ്ങനെ ഏറ്റവും വെല്ലുവിളിച്ച്
ചേച്ചി അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? എനിക്ക് മൊത്തത്തിൽ അങ്ങനെ ഞാനൊരു കോമ്പറ്റീഷനായിട്ടോ അങ്ങനെയൊന്നും അഭിനയിക്കുന്ന സമയത്ത് എടുക്കാറില്ല. എങ്കിലും ഇതൊക്കെ എനിക്ക് വെല്ലുവിളിയാണ്. നായകന്മാരുടെ കൂടെ അഭിനയിക്കുന്നതൊക്കെ എനിക്ക് വെല്ലുവിളിയാണ്. കിങ്, അതുപോലെ തന്നെ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചത്, സുരേഷ് ഏട്ടന്റെ കൂടെ അഭിനയിച്ചത്, ഇതൊക്കെ എനിക്കൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ പൊതുവെ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റും കൊണ്ട് ചേച്ചിയുടെ മുന്നിൽ വരുമ്പോഴേ അതിനകത്ത് ഒരു ഭയങ്കര ഒരു ഫെമിനിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഭയങ്കര ഒരു ടിപ്പിക്കൽ നമ്മുടെ മല്ലു ഗേൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോ ചേച്ചിക്ക് ശരിക്കും കൂടുതൽ റിസ്ക് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇപ്പൊ കമൽ സാറിനൊക്കെ അവോയ് ഷൺമുഖി കിട്ടിയില്ലേ, അതുപോലെയാണ് എനിക്ക്. എനിക്കൊരു ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവം. ഞാൻ സ്വർണ്ണക്കിരിയുടെ ഒക്കെ മൂവി ചെയ്യുമ്പോ എനിക്ക് അടിച്ചു വരിക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര സോഫ്റ്റ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. കമൽ സാറിനൊക്കെ സാരി കൊടുത്ത് അവരഭിനയിക്കുന്ന പോലെ എനിക്ക് സെയിം അതുപോലെയായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആ തുടക്കത്തിൽ നിന്ന് എത്താം. ചേച്ചി ഇത്രയും വളരെ, അപ്പം ചേച്ചിയൊക്കെ നിങ്ങൾ 5 മക്കളല്ലേ? അല്ലേ? അപ്പൊ ചേച്ചി ഒരു മോള്, ബാക്കി 4 പേരും ചേട്ടൻ, പിന്നെ 2 ചേച്ചി, പിന്നെ ഒരു അനിയത്തി, അങ്ങനെയാണ്. അപ്പൊ ഒരൊറ്റ ആൺ തന്നെയാണ് കുടുംബത്തില് അല്ലേ? അന്യം ചേർത്ത് 2 പേര്. മറ്റേ സിസ്റ്റേഴ്സ് എങ്ങനെയാ? അവർക്കും ഇതേപോലെ ഒരു അയ്യോ അവര് എന്റെ തൊട്ടു മൂത്ത ചേച്ചി വന്നിട്ട് എന്നേലും ഭയങ്കര സ്ട്രോങ് ആണ്. ശരിക്കും പറഞ്ഞ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ആയിരിക്കും ഞാൻ ചിലപ്പോ സിനിമയിലൊക്കെ എടുത്ത് അഭിനയിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ബോൾഡാണ് അവര് കോയമ്പത്തൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവര് എല്ലാ ഭാഷയും ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യും ചേച്ചി. അപ്പൊ ഇപ്പൊ ബാബു ചേട്ടനൊക്കെ പറയും ഇത് എന്താണ് ഈ സാധനം പറയും. എന്റെ ചേച്ചി കാണാൻ പറ്റൊരു, എല്ലാവർക്കും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ഭയങ്കര ഗൗരി. നാട്ടിലാണോ? നാട്ടിലിപ്പോ ഉണ്ട്. അപ്പൊ ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു തന്റെ ഇടം അല്ലെങ്കിൽ ആ ഒരു ഇത് വരണം എന്നുണ്ടെങ്കിൽ അമ്മ അങ്ങനെയാണോ, അല്ല നിങ്ങൾ കണ്ടു വളർന്ന എന്തെങ്കിലും? അതായത് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്, അച്ഛൻ പറയാറുണ്ട്, ഞാൻ ഗർഭമായിരിക്കുന്ന സമയത്ത് അമ്മയോട് ആരോ തെറ്റായിട്ട് ഒരു വേറെ സ്ത്രീയാണ് കേട്ടോ, പക്ഷെ ആ സ്ത്രീ അത് നിറമാദം, അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് ഞാൻ. അപ്പൊ ആ സമയത്ത് അമ്മ ആ സ്ത്രീയായിട്ട് ഭയങ്കര വഴക്കടിച്ചിട്ട് അവരുടെ ഹസ്ബൻഡ് അമ്മയെ എന്തോ പറയാൻ വന്നപ്പോ അമ്മ അടിച്ചിട്ടുണ്ട് അത്ര. ഈ നിറം അത് ഹീറോയിനായിട്ടിരിക്കുന്ന. അപ്പൊ അച്ഛൻ പറയും അപ്പൊ മോള് വയറ്റിൽ കിടക്കുമ്പോഴേ അമ്മ ആക്ഷൻ ഹീറോയിനാണ്, അങ്ങനെ പറയണ്ട്. മേ ബി അതൊരു നിമിത്തം അങ്ങനെയൊക്കെ കിട്ടിയത്. അത് കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ പ്രസവിച്ചത്, അങ്ങനെ പറയും. പക്ഷെ അതിലും നമുക്ക് സംശയിക്കാം, ഗൗരി ചേച്ചിയുടെ അപ്പൊ എങ്ങനെയായിരുന്നു? ഗൗരി ചേച്ചിയെക്കാട്ടിലും വലിയൊരു സ്ട്രോങ്. അവരാണ് ശരിക്കുള്ള ഒരു ആക്ഷൻ. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോ ആൺപടകളെ പ്രതീക്ഷിച്ചെത്തിയാ മതി. നമ്മുടെ റൈഫിൾ ക്ലബില് കറക്റ്റ് ചേച്ചിയുടെ ആ ഒരു സീൻ ഭയങ്കര, ഇപ്പൊ നമ്മള് ഇതില് പ്രൊഫൈൽ വീഡിയോയിൽ കാണിച്ച ആ ഒരു ആണുങ്ങളാരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താടാ ഞാൻ ആണെന്ന് ശരിക്കും ചേച്ചിക്ക് അത് പറഞ്ഞപ്പോ ചേച്ചിയുടെ ലൈഫിലുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ്. എന്റെ ലൈഫായിട്ടല്ല, എന്റെ ക്യാരക്ടറുകളുമായിട്ട് വളരെ എനിക്ക് അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഡയലോഗ് എഴുതിയതിന് ശേഷമായിരിക്കും ചിലപ്പോ വാണി വിശ്വനാഥനെ ഈ ക്യാരക്ടറിന് ചേർക്കുക, അല്ലെങ്കിൽ വാണി വിശ്വനാഥ് ആയതുകൊണ്ട് ആ ക്യാരക്ടറിന് അതുപോലെ വെച്ചതാണോ എന്ന് അറിയില്ല. പക്ഷെ രണ്ടിനും സാമ്യമുണ്ട്. ചേച്ചി ചോദിച്ചിട്ടില്ല അക്കാര്യം? ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞില്ല. ആണോ? വാണി വരുന്നു, റൈഫിൾ ക്ലബും ഷൂട്ടിങ് അങ്ങനെയുള്ള സംഭവം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ ഞാനല്ല അഭിനയിക്കുന്നു, അപ്പൊ എനിക്ക് തെറ്റില്ലാത്തൊരു സംഭവമായിരിക്കും എന്ന് തോന്നി. പക്ഷെ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു സീനിനെ പറ്റിയിട്ട് പറഞ്ഞതും കേട്ടതും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പടത്തിൽ ഒരുപാട് ഉണ്ടാവുന്നല്ല, ഉള്ളത് ആ ഒരു സീനായാലും നിൽക്കുന്ന പോലെ ആവുന്ന ഒരു സംഭവമായതുകൊണ്ട്. അല്ല ശരിക്കും റൈഫിൾ ക്ലബിൽ ഇപ്പൊ ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ആരെ അതിന് പകരം പ്ലേസ് ചെയ്തതിനെന്ന് ഞങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അത് ചേച്ചിക്ക് തന്നെ പറ്റുള്ളൂ. ചേച്ചി ഒരു പക്ഷെ അവർ അപ്രോച്ച് ചെയ്തപ്പോ ഞാൻ അഭിനയിക്കില്ല, സ്ട്രിക്ട്ലി നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരാരെ കൊണ്ടുവന്നതിനെ, കാരണം ആ ക്യാരക്ടർ ഇറ്റ്സ് കംപ്ലീറ്റ്ലി മെന്റ് ഫോർ വാണി വിശ്വനാഥ് എന്ന് തന്നെ തോന്നും. ഓക്കെ, ഇനി ചേച്ചി തുടക്കം ഞാൻ കേട്ടത് ചേച്ചി 13 വയസ്സിലാണ് ചേച്ചി ആദ്യമായിട്ട് ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ എത്തുന്നത് അല്ലേ? അതും നമ്മുടെ ശിവാജി ഗണേശൻ സാറിന്റെ പേരക്കുട്ടിയായി. അത് കഴിഞ്ഞിട്ടും പിന്നെ ചേച്ചി 17 വയസ്സിൽ NT രാമറാവുവിന്റെ സിനിമയില് നായികയായിട്ട് എത്തുന്നു. അവിടെ ചേച്ചിയെ ഈ പടം കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 വർഷത്തോളം എനിക്ക് സിനിമയൊന്നുമില്ല. ഞാനൊരു വിഡോന്റെ ക്യാരക്ടറാണ് ആ പടത്തിൽ. അതായത് ബാല്യവിവാഹം ചെയ്തിട്ട് അങ്ങനെ ആ കൊച്ച് ബാല്യവിവാഹമാണ്. അപ്പൊ ആ കൊച്ചിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ കൊച്ച്
മരിക്കുകയാണ് വെള്ളത്തിൽ പോയിട്ട്. അപ്പൊ ആ ഒരു വയസ്സ് മുതൽ ഒരു 6 വയസ്സോ 7 വയസ്സോ ആ മുതൽ വിഡോ ആണ് ആ ക്യാരക്ടർ. അപ്പൊ ഞാൻ അതിൽ അഭിനയിക്കുന്ന 13 വയസ്സായിട്ടുള്ള ക്യാരക്ടർ. ഞാൻ വരുമ്പോഴും ഞാനും വെള്ളപ്പാവടയും ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചിലപ്പോൾ ഒരുപാട് കമ്മലിടാം, കളറായിട്ടുള്ള സാരികളൊക്കെ കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് സിനിമ രംഗത്ത് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്റെ ഉള്ള കമ്മലും അഴിച്ചു വെച്ച് അങ്ങനെ അഭിനയിച്ചൊരു ആളാണ് ഞാൻ. അപ്പൊ ആ പടം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിജയകാന്ത് സാറിന്റെ പൂന്തോട്ടക്കാവൽക്കാരനാണ് അഭിനയിക്കുന്നത്. പൂന്തോട്ടക്കാവൽക്കാരൻ തമിഴ് മൂവി പിന്നെ ചെയ്യുന്നത്. പൂന്തോട്ടക്കാവൽക്കാരൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ആ പടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കന്നഡ രാജ്കുമാർ സാറിന്റെ നായികയായി 15 വയസ്സില് 16 വയസ്സില്. അതുപോലെ തന്നെ തെലുഗു മൂവി ജഗപതി ബാബു ഇല്ലേ, നമ്മുടെ മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വില്ലനായിട്ട്. പുള്ളി നായകനാകുന്ന പടം. അങ്ങനെയാണ് തെലുഗുൽ ആദ്യമായിട്ട് അപ്പൊ എല്ലാം സൗത്ത് ഇന്ത്യയിലെ മലയാളം ഒഴികെ ബാക്കി എല്ലാ ലാംഗ്വേജും ഇൻഡസ്ട്രിയും കറങ്ങി എല്ലാം കഴിഞ്ഞിട്ടാണ് മാതൃഭാഷയായ മലയാളത്തിലേക്ക് മടങ്ങുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു തൃശ്ശൂരുകാരി എങ്ങനെയാ ചേച്ചി ഇങ്ങനെ ഈ തമിഴ് തെലുഗു കന്നഡയിലേക്കൊക്കെ ആദ്യമേ പോയത്? അല്ല, അച്ഛൻ ചെന്നൈയിലായിരുന്നു, അസ്ട്രോളജർ ആയതുകൊണ്ട് അച്ഛൻ ചെന്നൈയിലായിരുന്നു. അപ്പൊ ഇവിടെ കുറച്ച് പഠിച്ച് പിന്നെ ഞാൻ അവിടേക്കാണ് പോയത്. അത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശിവാജി സാറിന്റെ ആ മൂവി വന്നത്. അച്ഛനെ കാണാൻ വന്നവര് എന്നെ പരിചയപ്പെട്ട് അങ്ങനെയാണ് ആ പടം വന്നത്. അങ്ങനെ പിന്നെ തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഗേളിഷ് സാധനമൊന്നുമില്ല, ഭയങ്കര ഒരു മാൻലി ആയിട്ടുള്ള രീതിയിൽ ജീവിച്ചു വന്നിരുന്ന വാണി എന്ന് പറഞ്ഞൊരു കുട്ടിയില് എപ്പോഴായിരിക്കും ഒരു സിനിമാ മോഹം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും? അത് അച്ഛൻ എല്ലാവർക്കും അറിയാം, ചേച്ചി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അസ്ട്രോളജർ ആണ്. സിനിമ എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സിനിമ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങള് എപ്പോഴും സിനിമ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചെറുപ്പം മുതലേ ഒരു ഇതുണ്ട്, ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട് സിനിമ എന്ന്. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ സമയത്തൊക്കെ സിനിമ വരുന്നു വിചാരിച്ചല്ലോ. ഒരു 20-22 വയസ്സായതിനു ശേഷമായിരിക്കും സിനിമയൊക്കെ വരിക എന്നാണ്. പക്ഷെ പെട്ടെന്ന് വന്നു, പെട്ടെന്ന് അങ്ങനെ അഭിനയിച്ചു. അപ്പൊ അത് വന്നത് എങ്ങനെയാ ചേച്ചി? എങ്ങനെ എൻട്രി ചെയ്തത് ഈ മീഡിയ ഈ ഒരു വേൾഡിലേക്ക്? ഐ മീൻ ഇപ്പോ അച്ഛനെ കാണാൻ വന്നു ഒരു പ്രൊഡ്യൂസർ അച്ഛന്റെ അടുത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അച്ഛനെ കാണാൻ വന്നിട്ട് അച്ഛന്റെ അടുത്ത് ആ പടത്തിന്റെ പൂജയൊക്കെ തുടങ്ങുന്ന സമയത്തിന് വേണ്ടിയിട്ട് അവര് ചോദിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഞാൻ സ്കൂൾ വിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ആ പടത്തില് ശിവാജി സാറിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആയിട്ടുള്ള ഒരു വേഷം ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ എൻട്രി ചെയ്തത്. അപ്പൊ അതിലെ നായിക വന്നിട്ട് നമ്മുടെ ചിത്ര മൂവിയിലെ രഞ്ജനി മാമാണ് നായിക. ഞാനതൊക്കെ ഭയങ്കര വിസ്മയത്തോടെയായിരുന്നു അന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു പ്രായത്തിൽ പഠിക്കുന്ന കുട്ടി 13 വയസ്സുകാരിയൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്യൂച്ചർ ഫോക്കസ്ഡ് അല്ല, പക്ഷെ എന്നാലും ആഗ്രഹം ടീച്ചർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം, ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തിലേക്ക് നിൽക്കുന്ന ഒരു പ്രായമാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ ചേച്ചിയുടെ കുഞ്ഞു മനസ്സിൽ അന്നും ഞാൻ സിനിമയിലേക്ക്, കാരണം ഇത്രയും സിനിമ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് സിനിമാ നടിയാവണം അല്ലെ സിനിമാ ലോകത്തേക്ക് എത്തണം, അങ്ങനെ ഒരു ആഗ്രഹം പിന്നെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു മോഹം, പിന്നെ ചിലപ്പോ ഡോക്ടർ ആവാം, എഞ്ചിനീയർ, തനിപ്പെട്ട കാര്യം. പക്ഷെ ഒരു ടീച്ചർ ആവണം എന്നായിരിക്കും എല്ലാവർക്കും. അത് ഇപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഒരു റിയൽ പോലീസ് ഓഫീസർ ആയാൽ ഇഷ്ടപ്പെടും. എനിക്കൊരു സ്കൂൾ ടീച്ചർ ആവാനാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ആണോ? അയ്യോ. ഇപ്പോഴാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ചേച്ചി സിനിമയിലേക്ക് സജീവമായതുകൊണ്ടായിരിക്കും ആ ഒരു ഇതിലേക്ക് ചേച്ചിക്ക് തിരിച്ചു പോകാൻ പറ്റാതിരുന്നത്. എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ ചേച്ചി പോയേനെ? അത് അങ്ങനെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നു ആ കൊച്ചു മനസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് സ്കൂൾ ടീച്ചർ ആവണം, ടീച്ചർമാരുടെ സാരിയൊക്കെ പിടിച്ചു നോക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചർ ആവുക എന്നുള്ളത്. അതിപ്പോ അത് നടക്കാതെ പോയൊരു ആഗ്രഹം. പക്ഷെ ഞാൻ അതിന് 2-3 പടത്തിൽ അഭിനയിച്ചു. ഐ മീൻ കിരീടത്തിന്റെ തെലുഗു ഞാനായിരുന്നു. അപ്പൊ പാർവതി മാം ചെയ്ത ക്യാരക്ടർ ഞാനാണ്. അപ്പൊ അത് ടീച്ചറാണല്ലോ, സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ സഫലമായി. അതാണ് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ? ജീവിതത്തിലെ നമ്മളായിട്ട് മാത്രമല്ലല്ലോ, നിങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളും സിനിമാക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. എന്ത് വേണമെങ്കിലും ആവാനും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കാലത്ത് ചിലപ്പോ 5 സ്റ്റാറിൽ ഇരുന്നിട്ടാവും, പക്ഷെ പിന്നെ നമ്മള് വല്ല സ്ലം ഏരിയയിലാവും ലഞ്ച് കഴിക്കുക, അങ്ങനെയും ഉണ്ട്, അങ്ങനെയും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പലരുടെയും ജീവിതത്തിലൂടെ അവരുടെ ആ കഥാപാത്രങ്ങളിലൂടെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു എല്ലാം നമുക്ക് നമ്മള് ഇതാണ് IAS ഓഫീസർ, ഇതാണ് IPS ഓഫീസർ, ഇതാണ് ടീച്ചർ, ഇതാണ് ഡോക്ടർ, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ക്യാരക്ടറുകൾ. എല്ലാം അറിയാൻ പറ്റും.
പറ്റുന്നു. ഓക്കെ ഓക്കെ, അത് ഇങ്ങനെ കണ്ട ബാക്കി എല്ലാ ലാംഗ്വേജിലും സൂപ്പർ ഒക്കെ ആയിട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് ചേച്ചി. ഞാനിപ്പോ ഇതിന് തൊട്ട് മുമ്പ് നമ്മളിപ്പോ ആദ്യമേ പറഞ്ഞ റൈഫിൾ ക്ലബിന്റെ ഒരു കാര്യമല്ലേ, അപ്പോ അതിന്റെ ഒരു സ്ഥാനത്തിലേക്ക് തന്നെ പോവാം. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാള് ഞാൻ ഇപ്പൊ ചേച്ചിയായിട്ട് കണക്ട് ചെയ്ത് തരാം. എന്നിട്ട് ഞാൻ ഈ മാന്നാർമത്തയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പം ലൈനിൽ കണക്ട് ചെയ്യണേ, ഫോണിലാ. ആരാണെന്ന് എനിക്കറിയില്ല. ഹലോ ഹലോ, പറയൂ. ഓക്കെ, ഞാൻ വാണി ചേച്ചിക്ക് ഫോൺ കൊടുക്കാമേ. ആ. ചേച്ചിക്ക് മനസ്സിലായോ ആരാന്ന്? ഞാനൊരു ക്ലൂ തരാം. ചേച്ചിയായിട്ട് റൈഫിൾ ക്ലബില് ചേച്ചിയായിട്ട് എന്തോ രീതിയിൽ കണക്റ്റഡ് ആണ്. ഇത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചേച്ചിക്ക് ശബ്ദം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? വാണി വന്നിട്ടുണ്ടോ ചേച്ചി? ആ, എവിടെയുണ്ട് വാണി? പൊന്നമ്മ ചേച്ചി, ഞാനിപ്പോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാലോ അല്ലെ? ചേച്ചിക്ക് അറിയാലോ അല്ലെ? അപ്പൊ ദേ സർപ്രൈസ് ആയിട്ട് ചേച്ചിയുടെ കോൾ തന്നിരിക്കയാണ്. അടിപൊളി അടിപൊളി. സുഖായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു. ചേച്ചി ഉറങ്ങായിരുന്നോ? അയ്യോടാ. ചേച്ചി സുഖായിരിക്കുന്നു? പിള്ളേരൊക്കെ സുഖായിരിക്കുന്നോ? ഓക്കെ ചേച്ചി, അപ്പൊ കാണാട്ടാ, ഉടൻ തന്നെ കാണാം. ഓക്കെ 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 ചേച്ചി. ഓക്കെ അയ്യോടാ, കണ്ടോ? ഞാൻ ഉറങ്ങാന്ന് വിചാരിച്ചു. കണ്ടോ, ഇങ്ങനെയാണ് ചേച്ചി. ഇതാണ് ലൈഫ് റൈഫിൾ ക്ലബ് എന്ന് പറഞ്ഞ ഒരു ആ പടത്തില് ഇവരില്ലായിരുന്നെങ്കിൽ നടക്കില്ല. അത് ഒന്നുമല്ലായിരുന്നു. ശരിക്കും നമ്മളെ ഞെട്ടിപ്പിച്ചില്ലേ ചേച്ചിയുടെ? എന്താ പറയാ, എന്റെ അമ്മയില്ലാത്ത, എന്റെ ചേച്ചി ഇല്ലാത്ത, എന്റെ മോളില്ലാത്ത എല്ലാം കുറവ് തീർത്തു. എല്ലാവരുടെയും കുറവ് പുള്ളിക്കാരി. അല്ല, ഞങ്ങളിപ്പോ തന്ന ഈ സർപ്രൈസ് എങ്ങനെയുണ്ട്? ചേച്ചി പറഞ്ഞ എന്താ, നമ്മൾ ഉടനെ തന്നെ കാണും കേട്ടോ. അയ്യോടാ, ഞാൻ വിചാരിച്ചു ശരി ഈ ഷോ കഴിഞ്ഞ ശേഷം വിളിക്കാം, കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പൊന്നമ്മ ചേച്ചി നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വേറെയും ഇതുപോലെ ചേച്ചിയായിട്ട് ഭയങ്കര മെന്റലി അടുപ്പമുള്ള ലൈഫ് ബ്യൂട്ടിഫുൾ ആയത്. ആ ഒരു എക്സ്പീരിയൻസ് പൊന്നമ്മ ചേച്ചിയും പറയും. വാണി ചേച്ചിയുടെ കൂടെയാണ് ആ റൈഫിൾ ക്ലബിൽ നിങ്ങൾ ആ ഒരു സീക്വൻസ് ചെയ്യാൻ പോകുന്നു, ആ സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പം വാണി ചേച്ചി കുറെ നാളായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഒന്നും ഇല്ലാതിരിക്കുക. പിന്നെ വാണി ചേച്ചിയായിട്ട് കാണുമ്പോൾ ഓ വാണി എങ്ങനെയായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചിയുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടോ? എനിക്ക് വാണിയെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാലോ. ഓക്കെ, വാണി ഞാൻ സ്വർണ്ണ കിരീടം നമ്മള് 98 99 ഓർമ്മയില്ല. 98 മുതൽ എനിക്ക് വാണിയെ അറിയാം. വാണി അന്ന് ഞങ്ങള് സ്വർണ്ണ കിരീടം, പിന്നെ നഗരവധു, കുറച്ച് പടങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വാണി കല്യാണം കഴിഞ്ഞു പോയി. വാണി അന്ന് നല്ല അടിപൊളി ആളാണ്. ആ അന്നത്തെ വാണി തന്നെയാണ് ഞാൻ റൈഫിൾ ക്ലബിൽ വെച്ച് കണ്ടപ്പോഴും. ഒരു മാറ്റവും ഇത്ര വർഷങ്ങൾക്ക് ശേഷം രൂപത്തിലും മാറ്റമില്ല, പെരുമാറ്റ സ്വഭാവത്തിലും മാറ്റമില്ല. ആ വാണി തന്നെ. ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റം പൊന്നമ്മ ചേച്ചിയിൽ തോന്നിയോ? മാറ്റമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പുള്ളിക്കാരി എല്ലാം അപ്പോ എന്ന് പറയുമ്പോ അധികം നമുക്ക് അത്ര പരിചയമില്ല ഞങ്ങൾക്ക്. എങ്കിലും ഇപ്പൊ വന്നപ്പോ ഞങ്ങൾ ഒരുപാട് പരിചയപ്പെട്ടു എന്നല്ല, എന്താ പറയാ, ക്ലോസ്, ഓൾമോസ്റ്റ് ഇനി ആരും ഇല്ല എന്ന് പറയാനായിട്ട്. അതുപോലെയായി, അത്രയും ക്ലോസ് ആയിരുന്നു. നല്ല സ്നേഹമായിരുന്നു. ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ഡീപ്പായിട്ടൊരു അടുപ്പം ഞാൻ അങ്ങനെ ആകാറില്ല. പിന്നെ നമുക്ക് ഭയങ്കര എപ്പോഴും അവരോട്ട് കോണ്ടാക്ട് ചെയ്യണം, നമുക്ക് അവരുമായിട്ട് നമുക്ക് ടച്ച് ചെയ്തിരിക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഞാനൊക്കെ ചിലപ്പോ ഭക്ഷണം കഴിക്കാതിരുന്നാലും ആ ഭക്ഷണം എടുത്ത് തരുന്നാലും എല്ലാം കാര്യങ്ങളും പുള്ളിക്കാരി ഓൾറൗണ്ടർ ആണ്. ചീത്ത പറയേണ്ട ഒരു അവസ്ഥ. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ വഴക്ക് പറഞ്ഞു അങ്ങനെയൊക്കെ പറയാം, അതെന്താ കഴിക്കാത്തേന്നൊക്കെ ചോദിക്കും. കാരണം അപ്പൊ ഈ മറ്റേ റംസാന്റെ നോമ്പൊക്കെ ആയിരുന്നു. അപ്പൊ ആ കഞ്ഞി, റംസാൻ കഞ്ഞി, അതൊക്കെ മേടിച്ചു കൊണ്ടുവരും. കാരണം ഒരു ചേച്ചി
എന്നുള്ള സ്ഥാനത്ത് പൊന്നമ്മ ചേച്ചി അയ്യോ, എന്താ അയ്യോ, കഴിക്കാതെ അയ്യോ, കഴിക്കും അയ്യോ, ഭക്ഷണം അയ്യോ. സമയത്ത് കഴിക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ സ്നേഹത്തോടെ. എന്റെ അമ്മ പോലും പറയും, സെക്കൻഡ് ഷെഡ്യൂളിന് തിരിച്ച് ഞാൻ ചെന്നൈ വന്നിട്ട് പോയപ്പോ പൊന്നമ്മ ചേച്ചി ഉണ്ടല്ലോ, പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അമ്മ പറയും എന്റെ അമ്മ. ഓ ഓക്കെ. ഇനി നമ്മുടെ റൈഫിൾ ക്ലബിൽ ചേച്ചിക്ക് പിന്നെ തോക്കെന്ന് പറയുന്നത് ഒരു പുത്തിരിയല്ല. സിനിമ ഇൻഡസ്ട്രിയിൽ വന്നപ്പോ പോലെ ഡിഷു ആണ്. പക്ഷെ പൊന്നമ്മ ചേച്ചി ഞങ്ങളെ ഞെട്ടിവെച്ച് കളഞ്ഞു. ഫൈനൽ ഇതിലും ചേച്ചി അത് ചെയ്യുന്ന സമയത്ത്, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളപ്പം ചേച്ചി അതൊക്കെ ലൈവ് ആയിട്ടിരുന്ന് കാണുന്നുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇത് ഈ പർട്ടിക്കുലർ ഈ സീൻ നടക്കുമ്പോ ഞാൻ കണ്ടില്ല, പക്ഷെ എന്നോട് പറഞ്ഞു വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അടിപൊളിയായിരിക്കും ചേച്ചി, ഇത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. എന്നോട് കുട്ടേട്ടൻ പറഞ്ഞു അത് ആരുടെ അടുത്തും പറയരുതെന്ന്. വെളിയിൽ ചെന്ന് ആരുടെ അടുത്ത്, പിള്ളേരുടെ പോലും ആരുടെ അടുത്തും മിണ്ടരുത്, നേരത്തെ ആർക്കും കൊടുക്കരുത്. അതിന്റെ സർപ്രൈസ് ഫുൾ അത് പോകുമല്ലോ. തന്നെ. അത് ഫസ്റ്റ് തന്നെ വന്ന് ആ അലമാരിക്കകത്ത് എങ്ങനെ കയറി ഇരുന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിൽ അവരൊക്കെ ചിരിച്ചു ചേച്ചി. പിന്നെ ആഷിക്ക് അത് സൂപ്പർ ആയിട്ട് വന്നു പറഞ്ഞു ആഷിക്ക്. ആണോ? പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരല്ല, ഭയങ്കര കൈയടിച്ചു. കാരണം ഇരിക്കുന്നതും അത് വെടി പൊട്ടിച്ചായിട്ട് അത് ഇനി ലാസ്റ്റ് വെടിയുണ്ട കൊണ്ടൊന്ന് വെക്കുന്നതും കൗണ്ടിലെ ഇതും ഒക്കെ. അപ്പൊ ചേച്ചിക്ക് ഈ തോക്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോ ചേച്ചിക്ക് അതൊരു ഫിയർ ആയിരുന്നോ, അതോ ചേച്ചി അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തോ? ഇല്ല, എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കൈകൊണ്ട് എടുക്കും. അപ്പൊ നമ്മുടെ വാണി ചേച്ചിക്ക് സ്ഥിരം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, അപ്പൊ ചോദിച്ച് ടിപ്സ് എടുക്കുക. അല്ല, വാണി ഇതിനു മുന്നേ തോക്ക് കൊണ്ട് തോക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട് പടത്തില്. അതെ, ഞാനൊരു നാടകത്തിൽ പോലും തോക്ക് എടുത്തിട്ടില്ല. ഞാനൊരു പിള്ളേരുടെ സത്യം പറഞ്ഞ പിള്ളേരുടെ കളിത്തോക്ക് പോലും ഞാൻ എടുത്തിട്ടില്ല. ആദ്യം ഞാൻ എടുത്തിട്ട് വലിയ തോക്കാ എന്റെ കൊണ്ടുതന്ന ഭയങ്കര വെയിറ്റ് ആ തോക്കിന്. ഞാനൊരു ദൈവമേ, ഇത്ര ദിവസം ഞാൻ ഈ തോക്കെടുക്കേണ്ടി വരുമോ ഞാൻ ആലോചിക്കുക. അപ്പൊ 1-2 പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു തോക്ക്. ഭയങ്കര കഷ്ടമായിരുന്നു ഞങ്ങൾക്ക്, ഭയങ്കര വെയിറ്റ് ആണ്, ഒറിജിനൽ ഗണ്ണിന്റെ വെയിറ്റ് ആണ്. ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം ഈ ഷോട്ടിനെ പറ്റി അറിയാലോ, എല്ലാവരും എടുക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് കൈ കട്ടെന്ന് പറയുമ്പോൾ താഴെ ഇടും. അപ്പൊ ചേച്ചി ചോദിച്ചിട്ടുണ്ടാവില്ലേ, വാണി നീ എങ്ങനെ ഇത്ര നാൾ ഈ തോക്കും വെച്ച് ഇതൊക്കെ ഈസി ആയിട്ട്? വലിയ തോക്കും വെച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ച് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ജമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ അവസാനം കൊണ്ടെന്ന് അവര് പറഞ്ഞു, ഞാൻ അലമാരയുടെ ഉള്ളിലായതുകൊണ്ട് എനിക്ക് വലിയ തോക്ക് പറ്റത്തില്ല, എനിക്ക് ചെറിയ തോക്ക് മതി. അപ്പൊ ചെറിയ തോക്കാകുമ്പോ ഞാനും സമാധാനിച്ചു. സമാധാനം. അതിന്റെ ഏറ്റവും സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുമ്പോ നമ്മൾ അറിയാതെ ഞെട്ടും. ട്രക്ക് നോക്കുമ്പോ ഞാൻ 2 പ്രാവശ്യം ഞെട്ടി. നമുക്ക് ശീലമില്ലല്ലോ ഇത് വെച്ച് കഴിയുമ്പോൾ, പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടും വെട്ടി. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അത് ഉള്ളിൽ വെച്ചാൽ അത് ഇച്ചിരി റിസ്ക്കാ, കാരണം ഇപ്പൊ ആൽബാരിക്ക് അത് കയറി ഇരുന്നിട്ട് നമ്മൾ തന്നെ തുറക്കണം, നമ്മൾ തന്നെ ആ ഒരു ഇത് തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. ആ പ്ലേസിൽ ഇരുന്നോണ്ട് തന്നെ നമ്മളിത് ചെയ്യണം. അത് ഇച്ചിരി ഇതായിരുന്നു, പിന്നെ ഞെട്ടാൻ പാടില്ല. പക്ഷെ ചേച്ചിക്ക് അങ്ങനെ ഒരു ഞെട്ടലോ ഒന്നും ഉണ്ടാവില്ല, അത്രക്കില്ല. യൂസ്ഡ് ആയിട്ടില്ല. ഇപ്പൊ കുട്ടികളുടെ അടുത്ത് കളിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്ന പോലെയാണ് ചേച്ചിക്ക് ഒരു തോക്ക് തന്നു കഴിഞ്ഞാൽ. പക്ഷെ ഈ പറഞ്ഞ ഫാക്ടർ വളരെ കറക്റ്റ് ആണ്. ശരിക്കും നമ്മള് ഇത് സൗണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ണിങ്ങനെ ചിമ്മും. നമ്മള് എത്ര ഇതാന്ന് പറഞ്ഞാലും ചേച്ചി അതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ആ ചിമ്മി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സെറ്റായി, പിന്നെ നമുക്ക് കണ്ണ് ചിമ്മില്ല. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരു തോക്ക് വെക്കുന്ന ഇത് ഒക്കെ പഠിപ്പിച്ചു തന്നിരുന്നു. നമ്മൾ ചെറിയതാണെങ്കിൽ കുഴപ്പമില്ല, ഈ വലിയ തോക്ക് വന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ വെക്കുന്ന സംഭവങ്ങളും ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നിരുന്നു. ഓക്കെ. വേറൊന്ന്, ഇത് സെറ്റിൽ ഈ റൈഫിൾ ക്ലബിന്റെ സെറ്റിൽ കേട്ടൊരു കാര്യമാണ്, മൊത്തം ഈ വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, ഷൂട്ടിംഗ് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ലാവിഷ് ആയിരുന്നു അവിടുത്തെ സെറ്റില്. എല്ലാം നമ്മുടെ സുരഭി, പൊന്നമ്മ ചേച്ചി, ഉണ്ണി, എല്ലാരും ദർശന, എല്ലാവർക്കും ചേർന്ന് ഞങ്ങളൊരു ചാപ്പാട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അയ്യോ, അത് ഭയങ്കര രസമായിരുന്നു, പറയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരും പൊന്നമ്മ ചേച്ചി പോയിട്ട് വരുമ്പോ കൊണ്ടുവരും കുഴലപ്പം, അത് ഇത് അച്ചപ്പം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള്. പിന്നെന്താണ് അട, അല്ലെ, അട, അങ്ങനെയുള്ള അച്ചാറ്. ഇതൊക്കെ പൊന്നമ്മ ചേച്ചി കൊണ്ടുവരുമോ? ചേച്ചിയും കുട്ടേട്ടനും എല്ലാരും ഓരോരുത്തർ പെട്ടെന്ന്, രാമേട്ടൻ ഇവരൊക്കെ വെറുതെ വെളിയൊന്ന് പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾക്കുള്ളതായി. എനിക്ക് ഈ പടം ചെയ്യുമ്പോ എന്താണ്, ഈ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കുടിച്ചോണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ ഭക്ഷണത്തെ കുറിച്ചല്ലേ പറഞ്ഞത്, എവിടെ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, കിട്ടോ? അതെ, ടേബിൾ ഉണ്ടോ? എനിക്കോ? എനിക്ക് വേണ്ട, കുട്ടിക്ക് ക്ഷീണമാവാ അത്ര. കുട്ടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടിയിലും വലിയ
ചേച്ചിക്ക് സ്ട്രോ വേണ്ടേ? ഫോൺ വെക്കണോ? ഞാൻ വെക്കണോ? നിങ്ങൾ തരും. ഓക്കെ, ഇനി ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയും. ഭക്ഷണം എന്നിട്ട് എല്ലാരും ഇതുപോലെ കൊണ്ടുവരും എന്തോ പറയായിരുന്നു ചേച്ചി? അല്ല, എനിക്ക് സാധാരണ നമ്മള് ന്യൂജൻ മൂവിയിൽ ഇപ്പോഴാണല്ലോ ഞാൻ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഒരു വ്യത്യാസം തോന്നിയില്ല എനിക്ക്. കാരണം ഞങ്ങൾക്ക് കാരവനില്ല, ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ ഹിറ്റ്ലർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ റൈഫിൾ ക്ലബ്ബ് വന്ന പോലെയായിരുന്നു എനിക്ക്. സെയിം ഫീൽ ആയിരുന്നു. അവിടെ ശോഭന, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സുചി, ഇവരൊക്കെ ഉണ്ട്, ചിപ്പി, എല്ലാവരും. ഞങ്ങൾ പാട്ടുപാടും, മനക്കണക്ക്, അത് ഇത് സ്റ്റോറി ടെല്ലിങ്, അങ്ങനെ മമ്മൂക്ക കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞ് കറക്റ്റ് ശരിക്കും റിവൈൻ ബട്ടണിൽ നിന്ന് ഞാൻ കറക്റ്റ് റൈഫിൾ ക്ലബിൽ വന്ന് നിന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആരും കാരവൻ ഡിമാൻഡ് ചെയ്തതും ഇല്ല? അല്ല, അവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് എന്തോ വന്ന് കുറച്ച് പകുതിയിലെ കൊണ്ട് നിർത്തിയിരുന്നു. പക്ഷെ കാരണം ഇത്രയും എല്ലാരും ഒരേ വൈബിലുള്ള എല്ലാരും കൂടെ അത് മാത്രമല്ല, ഞാൻ IPL ഭ്രാന്തിയാണ്. അതാണ് ഏറ്റവും വലിയത്. എനിക്ക് IPL കാണാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ആ കാട്ടിലേക്ക് കണക്ഷൻ വരുത്തി എനിക്ക് വേണ്ടി TV വെച്ച് IPL എനിക്ക് വേണ്ടി ഇവര് ചെന്നൈ ജയിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. അയ്യോ, വാണിക്ക് വിഷമായിരിക്കും. പക്ഷെ ദിലീഷ് പോത്തൻ വന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് എന്താ വെച്ചാൽ എന്റെ ഓപ്പോസിറ്റ് ആരാണ് അവിടെ ജയിക്കുന്നത് വെച്ചാൽ അത് കണ്ടു. പുള്ളിക്ക് അറിയില്ല, എനിക്കറിയില്ല, പുള്ളിക്ക് ക്രിക്കറ്റ് ഒന്നും അറിയില്ല. പുള്ളിക്കാരൻ രാജസ്ഥാൻ ഇന്ന് അടിക്കും, വെറുപ്പിക്കാൻ വേണ്ടിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് തമാശകൾ നടന്നിരുന്നു ആ ലൊക്കേഷനിൽ. അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി വാണി ചേച്ചിയില് ഇപ്പൊ ചേച്ചി നമ്മൾ രണ്ടുപേരും സാരി ഉടുത്ത് നിൽക്കാണ്. ചേച്ചി ചുരിദാർ. ചേച്ചിനെ സാരിയിൽ കാണാന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് മാത്രമേ നമുക്ക് ഗുരുവായൂർ അമ്പല നടയിൽ കാണാൻ. അല്ലെ, പനവ ചേച്ചി എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വാണി നീ സാരി ചേച്ചിക്ക് സാരി ഉടുക്കാൻ അറിയോ? കുറവാണ്, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ ഞാൻ ഒരുപാട് സാരി കൊടുത്തിട്ട് ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ചേച്ചി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യം? ഇല്ല, എനിക്ക് വാണിയ ജീൻസും അതിട്ട് തന്നെ കാണാനാണ് എല്ലാവർക്കും ജീൻസിലൊക്കെ കാണാൻ. വീട്ടിലും അതെ, അച്ഛനും അതെ. ആണോ? അങ്ങനെയായിരുന്നു. അപ്പൊ ചേച്ചിയുടെ വാർഡ്രോബിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ 1 2 വളരെ എണ്ണം കുറവായിരിക്കും. ഞാൻ ഈ എന്താ പറയാ വാലറ്റ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പോ ഞാൻ പോക്കറ്റിൽ എപ്പോഴും പൈസയാ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പൊ എന്റെ ടച്ചപ്പ് ബോയ്സ് ഒക്കെ ആ സമയത്തൊക്കെ ചേച്ചി ഞാൻ വാർഡ്രോബ് ഒതുക്കട്ടെ, കാരണം എന്തെങ്കിലും ബാലൻസ് ഉണ്ടായിരിക്കും അതിൽ, ഒരു 500 രൂപ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു 100 രൂപയോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് പൈസ. ഇവര് ഇതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ജീൻസിന്റെ പോക്കറ്റിൽ എന്റെ ജീൻസ് ആയിരുന്നു നൈറ്റിയും. ഞാൻ നൈറ്റി ഇടുന്നത്, എനിക്ക് നൈറ്റി എന്ന് പറയുന്ന ഒന്നുമില്ല. ആ ജീൻസ് ഒന്നില്ലെങ്കിൽ ലൂസ് ജീൻസ്, ഒരു ടോപ്പ് ഇട്ടിട്ട് കിടന്നു തുടങ്ങും. അങ്ങനെയായിരുന്നു അപ്പൊയൊക്കെ. ഇപ്പൊക്കെ മാറിയിട്ട് ഇപ്പൊ മക്കള് വന്നു, ഇപ്പൊ മക്കളുടെ പിന്നാലെയുള്ള ഓട്ടത്തിലായതുകൊണ്ട് ക്യാരി ചെയ്യാനും ഈസി ആയിട്ടൊക്കെ പോവാനും ഇതൊക്കെയാണ് കൂടുതലും അല്ലെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് മാറ്റം. എന്നാലും സാരിക്ക് വന്നിട്ടില്ല. ഇല്ല, ഇപ്പൊ നമ്മള് പല ഫംഗ്ഷൻസിനൊക്കെ പോവാണ് ചേച്ചി അപ്പൊ പ്രിഫർ ചെയ്യണത് എന്താ? വെഡിങ് ഫംഗ്ഷൻസ് ഒക്കെ അങ്ങനെ കൂടുതൽ ചുരിദാർ അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ജീൻസ് അങ്ങനെയുള്ളതായിരിക്കും കൂടുതൽ. അമ്പലത്തിൽ പോകുമ്പോ മാത്രമേ, അമ്പലത്തിൽ എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഗുരുവായൂർ അമ്പലം. അത് ശരി. പിന്നെ ചേച്ചി അറിഞ്ഞോന്നല്ല, നമ്മുടെ ഇപ്പം ചേച്ചിയുടെ പ്രൊഫൈൽ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അനൗൺസ് ചെയ്ത ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഡിജിറ്റൽ സ്റ്റാർസ്. അതായത് നമ്മുടെ യൂട്യൂബ് ഡിജിറ്റൽ മേഖലയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ യൂഷ്വലി സാറ്റലൈറ്റ് ചാനൽസിലൊക്കെ ഒരുപാട് അവാർഡ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ കാണാറില്ലേ, അതേപോലെ ഡിജിറ്റലിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതേപോലെ ഒരു അവാർഡ് ഫംഗ്ഷൻ നടത്തിയത് നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആയിരുന്നു. അതില് നമുക്ക് ഒരു സ്പെഷ്യൽ അവാർഡ് നമ്മൾ പൊന്നമ്മ ചേച്ചിക്ക് കൊടുത്തിരുന്നു. അതായത് റൈഫിൾ ക്ലബിലെ ചേച്ചിയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു ചേച്ചിക്ക് അന്ന് ആ ഒരു അവാർഡ് കിട്ടിയത് തന്നെ. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. അന്ന് ചേച്ചിക്ക് നല്ലൊരു ഇതൊക്കെ കിട്ടി, നല്ല ഇതായിട്ട് നല്ല ഫംഗ്ഷൻ ആയിരുന്നു. ചേച്ചി ആര് നല്ല ബ്രൈറ്റ് കളേഴ്സ്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിയുടെ സാരീസ് ഒക്കെ. ഞാൻ എപ്പോഴും പറയും ഭയങ്കര കളർഫുൾ ആയിരിക്കും, ഭയങ്കര വൈബ്രന്റ് ആയിട്ട്. അത് ചേച്ചി ചിലപ്പോ സാരി, ചിലപ്പോ ചേച്ചി നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് ഇടുന്ന പോലെ നല്ല. പിന്നെ എപ്പോഴും ചോദിക്കും വിഗ് ആണോ വെച്ചിരിക്കുന്നേന്ന് മോളെ, സ്വന്തം മുടിയോ. ചേച്ചിക്ക് നമ്മുടെ വാണി ചേച്ചി ഇപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തതില് പൊന്നമ്മ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം 3 സിനിമ പറയാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? റൈഫിൾ ക്ലബ്ബ്. പിന്നെ റൈഫിൾ ക്ലബ്ബ് വാണി ചെയ്ത മമ്മൂക്കയുടെ കിങ് എനിക്ക് ഇഷ്ടമുള്ള പടമാണ്. പിന്നെ മുകേഷിന്റെ കൂടെ അഭിനയിച്ച മറ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്.
പിന്നെ വാണി പിന്നെ ഒരു പടം മറ്റേ ഒത്തിരി പടം ഉണ്ടല്ലോ വാണിയുടെ നഗരവധു എനിക്ക് ഇഷ്ടമുള്ള പടമാണ്. ഡിഫറെൻ്റ് ആയിരുന്നു നന്നായിട്ട് വാണിക്ക് സ്വർണ്ണകിരീടവും നഗരവധുവും ഒക്കെ ഒരു നന്നായി ഒരു സ്ത്രീ കഥാപാത്രം അതിനകത്ത് എനിക്ക് തോന്നുന്നു സ്വർണ്ണ കിരീടത്തിലൊക്കെ ശരിക്കും ചേച്ചിക്ക് അഭിനയിക്കേണ്ടി വന്നത് വാണി വിശ്വനാഥ് അഭിനയിച്ചതാണ്. അതെ, 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 അതെ. ബാക്കി ദ കിങ്ങും അല്ലെങ്കിൽ ബാക്കി എന്തായാലും അവർക്ക് ഒരു അത്ര ഇല്ല. അല്ല. ഓക്കെ, പക്ഷെ പൊന്നമ്മ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഇത്ര അധികം ബോൾഡ് ആയിട്ടുള്ള പല പല കഥാപാത്രങ്ങൾ ചേച്ചി ചെയ്തപ്പോഴും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവർ പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ചാലഞ്ചിങ് ആണ് അല്ലേ? അപ്പൊ പൊന്നമ്മ ചേച്ചിക്ക് വാണി ചേച്ചിയുടെ ഇത്തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ കാണുമ്പോൾ നമ്മുടെ ടിപ്പിക്കൽ കരച്ചില് സീരിയലിനകത്തും അല്ലെ നമ്മൾ ശരിക്കും കരയുന്ന സ്ത്രീകളുടെ കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ചേച്ചി മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടോ? വാണിയെ കൊണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് വരുന്നുണ്ട് 2-3 ക്യാരക്ടർ. പൊന്നമ്മ ചേച്ചി എല്ലാം ചെയ്യുവാണി അല്ലേ പറഞ്ഞു. ഇപ്പൊ അടുത്ത് വാണി എല്ലാം എന്ത് ഏത് കഥാപാത്രം വന്നാലും നമ്മള് കറക്റ്റ് ആണ്. എല്ലാ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടർ. സൂസന്നക്കകത്ത് വാണി നല്ല സെന്റിമെന്റ്സ് ഉണ്ട് വാണിക്ക്. വാണി തന്നെ ഡബ് ചെയ്തിരിക്കുന്നത് എന്ത് സൂപ്പർ ആയിട്ടുണ്ട് അതൊക്കെ. പിന്നെ അതിനൊക്കെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ സിനിമയാണ് ആ പടം. അതിനകത്ത് ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു വാണി. ഒരു ഡിഫറെന്റ് ആയിരുന്നു അത്. ഇതുപോലെയുള്ള ഞാൻ ഇൻഡിപെൻഡൻസ് അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ പടം വന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അറിയത്തില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പെട്ടെന്ന് അവര് കുഞ്ഞിലെ കണ്ടു, അവരത് മറന്നു. പിന്നെ അവര് ഇച്ചിരി പ്രായമായപ്പോ കാണുന്നതൊക്കെ അവര് മിന്നൽ മുരളി അത് ഇങ്ങനെയുള്ള യൂത്തിന്റെ പടങ്ങളാണ് കൂടുതൽ കാണുന്നത്. ഇപ്പൊ മമ്മൂക്കൻ ലാലേട്ടന്റെ ഒക്കെ പഴയ പടങ്ങളോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയത്തില്ല. ഇത് തന്നെ ലാലേട്ടന്റെ പടമാണോ ദേവദൂതൻ ഇറങ്ങിയ സമയത്ത് കണ്ടിട്ട് പിള്ളേർ അയ്യോ ഇത് എന്നാ പടമാന്ന് എന്നറിയോ, സെന്റിമെന്റ്സ് കൊണ്ട് അങ്ങോട്ട് പിള്ളേർ വന്ന് കരഞ്ഞിട്ടൊക്കെ ഇറങ്ങിയിട്ടേക്ക് അയ്യോ ഇത് എന്നാ പടമാന്ന്. അപ്പൊ കുഞ്ഞുങ്ങള് ആ പടങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ടു അങ്ങ് പോയി. പക്ഷെ അതുങ്ങൾക്ക് ഇത്തിരി മെച്ചൂരിറ്റി ആയിട്ട് ശേഷം അങ്ങനെ ചില പടങ്ങളും ഹിറ്റ് ആകുന്നുണ്ട്. ഇപ്പൊ ഐ മീൻ ഫസ്റ്റ് കുറച്ച് ഓടാത്ത പടം ആണെങ്കിൽ പോലും ചിലത് ഇപ്പൊ കാണുമ്പോ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്ന കുറെ പടങ്ങളുണ്ട്. മന്നാർമത്തായി ഇതിങ്ങൊക്കെ ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നേ. അന്നേരല്ലേ ഒരു അതെന്താ മറ്റേ മമ്മൂക്ക ലാലേട്ടൻ ഇപ്പോഴും നിപ്പുണ്ട്. അത് കുറെ അഭിനയിച്ച ആൾക്കാര് എന്തായിരുന്നു എന്ന് അവർക്ക് അറിയണമെങ്കിൽ, ഇന്നത്തെ ജനറേഷൻ അറിയണമെങ്കിൽ ഇതൊക്കെ ഇറങ്ങണം. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ചേച്ചി അതിനോട് യോജിക്കുന്നുണ്ട്? ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ മാന്നാർ മത്തായി ആയിക്കോട്ടെ, തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് തന്നെ. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പൊ OTT-ലും പക്ഷെ അതിനൊരു പബ്ലിസിറ്റി വേണം. അവർക്ക് ഇങ്ങനൊരു പടം ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ അവർക്ക് അതിനൊരു പബ്ലിസിറ്റി വേണം എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ റൈഫിൾ ക്ലബിനകത്താണെങ്കിൽ നമ്മൾ ആദ്യം സംസാരിച്ചിരുന്നു ആ ഹനുമാൻ കൈൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഒരു സീക്വൻസ്, അപ്പൊ അത് ഭയങ്കര വൈറലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സീക്വൻസ് സിനിമ വന്നതിന് ശേഷം ചേച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും അതിനെക്കുറിച്ച് വന്നിട്ട് ആ ഒരു പേടിപ്പിക്കുന്ന രീതി അതൊക്കെ അത് ആരെങ്കിലും നേരിട്ട് വന്ന് ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുവോ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ ഇവരൊക്കെ കാണും. പുറലോകം പോലും കാണുന്നില്ല. വളരെ കുറവാണ്, വളരെ കുറവാണ്. ഒരുപാട് കല്യാണം കഴിഞ്ഞോടുകൂടി വാണി അങ്ങ് ഉൾവലിഞ്ഞെന്നേ ഒരുപാട്. വളരെ അപ്പൊ പിന്നെ കുഞ്ഞുങ്ങളുടെ പുറകെ സുരഭി എപ്പോഴും കളിയാക്കും എന്നെ. കുഞ്ഞുങ്ങളുടെ പുറകില് കുഞ്ഞുങ്ങളുടെ അതെന്താ അങ്ങനെ ഒരു ഇതായി പോയത്? അല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അപ്പൊ ബിസി ആയിരുന്നു, സിനിമകൾ ചെയ്തപ്പോ ബിസി ആയിരുന്നു. അപ്പോഴും പുറംലോകം വളരെ കുറവാണ്, വളരെ കുറവാണ്. പിന്നെ വല്ല ഉദ്ഘാടനങ്ങൾ വന്നാൽ പോകും, അങ്ങനെയല്ലാതെ തനിയെ അങ്ങനെ ഒരു ലാവിഷായിട്ട് പോകുക, അങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, അതൊക്കെ വളരെ കുറവായിരുന്നു അന്നും. പിന്നെ തീരെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാണ്, അപ്പോഴാണ് ഓരോരുത്തർ വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പിന്നെ ആര് കേൾക്കാൻ പറയാനൊക്കെ. ഒരു ഇൻസ്റ്റാഗ്രാമില്ല, ഒരു ഫേസ്ബുക്ക് ഇല്ലാത്ത ആദ്യത്തെ ഒരു നടിയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഒന്നുമില്ല, അതൊക്കെ പൊന്നവച്ച് എല്ലായിടത്തും എല്ലാം അടിപൊളിയാണ്, ഭയങ്കര കാര്യങ്ങളും ഇതൊക്കെ. അതിന്റെ പിള്ളേരെന്നെ പഠിപ്പിച്ച മമ്മിയെ ആര് വെച്ചാലും ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നു. എല്ലായിടത്തും ഉണ്ടായിരിക്കണം, ഫേസ്ബുക്കിലുണ്ടാവണം, ഇൻസ്റ്റാഗ്രാമിലുണ്ടാവണം, യൂട്യൂബ് ചാനൽ എവിടെ നോക്കിയാലും പൊന്നമ്മ ബാബു. അങ്ങനെയില്ല. പിന്നെ കുക്കിംഗ് അടിപൊളിയല്ലേ? ആണല്ലേ? ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഞങ്ങൾ കുറെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറെ പായസങ്ങളും. ഇപ്പൊ അടുത്ത് എനിക്ക് മോൾക്ക് വേണ്ടിട്ട് ഫിഷ് അച്ചാറ്. ആണോ? ആഹാ,
അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് തരണം കേട്ടോ എന്തെങ്കിലും. ഇനി ഞാൻ പൊന്നമ്മ ചേച്ചിക്ക് ഒരു ടാസ്ക് തരട്ടെ. അയ്യോ, പൊന്നമ്മ ചേച്ചി ഇപ്പൊ റൈഫിൾ ക്ലബിനകത്ത് ഞാൻ നേരത്തെ വാണിച്ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ കാര്യം, വാണിച്ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഇറ്റിയാനം എന്നുള്ള ആ ഒരു കഥാപാത്രത്തിന് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട് വേറെ ആര് ഇവരെ പ്ലേസ് ചെയ്തതെന്ന്. എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല. പൊന്നമ്മ ചേച്ചിക്ക് ഒന്ന് ഇപ്പൊ ഞാനൊരു ടാസ്ക് തരാണ്. ആ ഒരു കഥാപാത്രം വാണിച്ചേച്ചി അന്ന് നോ പറഞ്ഞു, ഞാൻ ഇനി സിനിമയിലേക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെയായിരിക്കും അവർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക? എനിക്ക് അതിന് പറയാൻ പറ്റത്തില്ല. എന്നറിയോ, അത് വാണി തന്നെ ചെയ്താലേ അത് ഏക്കത്തുള്ളത്. അത് ഞാൻ ചോദിക്കട്ടെ, ഇത്ര കൊല്ലങ്ങളായിട്ട് വാണി പടം ചെയ്യാതിരുന്ന വാണി ഇങ്ങനൊരു കഥാപാത്രം പറഞ്ഞപ്പോ ആഷിക്ക് വിളിച്ച് സംസാരിച്ചപ്പോ അത് വാണിക്കേ പറ്റുള്ളൂ എന്ന് ആഷിക്കിന് അറിയാം. അതിനകത്ത് ഓരോ ആർട്ടിസ്റ്റുകളെയും വെച്ചിരിക്കുന്നതോ അതാത് ചെയ്യുന്ന. ആഷിഖ് കപൂറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടറുകളെ സെലക്ട് ചെയ്യുന്നതിൽ എനിക്ക് മുമ്പോട്ടേ ഇഷ്ടമാണ്. ഇപ്പോൾ ബാബുവേട്ടൻ തന്നെ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെയൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു സെലക്ഷൻ പുള്ളിക്ക് ഭയങ്കര ഗംഭീരാണ്. അപ്പോൾ ആഷിഖ് കപൂർ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നി എന്നെ അതുപോലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എനിക്ക് തരാം. പിന്നെ ഒരു ഡൗട്ടില്ല എനിക്ക് ചെയ്യാനായി. അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് അത് വാണി വന്നത് അത് അവിടെ ഇത് ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ അത് ചെയ്യുന്ന കണ്ടപ്പോ തന്നെ അത് വാണിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വാണി ചെയ്താലേ നിക്കത്തുള്ളൂ. അത് സത്യം. ഇട്ടിയാനം എന്ന് പറയുന്ന ഒരാൾ വന്ന് നിന്നാൽ അത് ഒരാള് വാണിക്ക് ആരും മലയാള സിനിമയിൽ വേറെ ആരും എനിക്ക് പറയാനില്ല. സത്യമാണ്. വാണിയുടെ സീറ്റ് ഇപ്പോഴും മലയാള സിനിമയിൽ ഒഴിഞ്ഞു കിടക്കുക. വാണി എപ്പോ കയറി വന്നാലും വാണിയുടെ സ്പേസ് കിടക്കുക മലയാള സിനിമയിൽ. ഇല്ലാതെ ഞാൻ സമ്മതിക്കില്ല. കാരണം അത്ര ശക്തമായിട്ടുള്ള ഒരു സമ്മതിക്കില്ല. അല്ല, അത് സത്യമാണ് ചേച്ചി. നമുക്ക് ആർക്കും ചേച്ചി ചെയ്യുന്ന കഥാപാത്രങ്ങളായിക്കോട്ടെ, ചേച്ചി ചെയ്ത് വെക്കുന്ന ഇതൊക്കെ നമുക്ക് അത് അങ്ങനത്തെ റോളുകളാണല്ലോ ചേച്ചി കൈകാര്യം ചെയ്തിരിക്കുന്നതെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചില കഥാപാത്രങ്ങൾ നമുക്ക് തോന്നും ഓക്കെ ഇവരില്ലെങ്കിലും അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരാൾക്കാരുണ്ട് എന്ന്. പക്ഷെ ചേച്ചി ചെയ്ത് വെക്കുന്നതെല്ലാം ഒരു സിഗ്നേച്ചർ ക്യാരക്ടേഴ്സ് കുറവല്ലേ. ഞാൻ ചെയ്യുന്ന ക്യാരക്ടറുകൾ ചെയ്യുന്നത് വളരെ ആൾക്കാർ കുറവാണ്, ആർട്ടിസ്റ്റുകൾ. ഓക്കെ. അപ്പോൾ പൊന്നമ്മ ചേച്ചി താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ഒരു ഈ ഒരു നല്ലൊരു ചേച്ചിയുടെ ഈ ഒരു എന്താ പറയാ ഒരു നല്ല കാണാൻ പറ്റിയതില്ല. എന്തായാലും മൈസൂരിൽ വാണി വന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായില്ലേ? ഭാഗ്യം ഉണ്ടായില്ലേ? ഒരുപാട് ചേച്ചി രമ്യ എനിക്ക് മുമ്പേ അറിയാം. എനിക്കും അറിയാം. എനിക്കറിയില്ല ഇവര് എത്ര പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ലാസ്റ്റ് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അപ്പൊ ഓടി വന്നതാണ്. വാണി തൃശ്ശൂർ വന്നത് കൊണ്ടാണ് വാണി ഇവിടെ വന്നിരിക്കുന്നത്. അത് മാത്രല്ല എനിക്ക് ഇവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായി. കാരണം അത്രയും പ്രാവശ്യം വിളിച്ച് അതെ ശരിക്കും. കാരണം വാണി ചേച്ചി നമുക്ക് അവരോട് പറയാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായി പോയി. വാണിയോട് ഇനി നല്ല പടങ്ങളൊക്കെ ചെയ്യണമെന്ന് പറ. ചേച്ചി പറഞ്ഞാലേ കേൾക്കുള്ളൂ, ഞങ്ങളൊന്നും പറഞ്ഞ കേൾക്കില്ല. ചേച്ചിന്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചേച്ചി നല്ല ക്യാരക്ടർ വന്ന വാണി പടം ചെയ്യണം. ചെയ്യണം. പിള്ളേരൊക്കെ വളർന്നില്ലേ? മോള് 10ലായി, മോള് പുറത്ത് മെഡിസിൻ പഠിക്കുക. ഇനിയിപ്പോ വാണിക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഈ നൂതന പടങ്ങളിലൊക്കെ ഇനി അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ വാണിക്ക് ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും പൊന്നമ്മ ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പത്തെ ഈ ഒരു ഇതില് വാണി ചേച്ചിയുടെ ആ ഒരു സ്പേസ് അങ്ങനെ കാലിയായി നിൽക്കാണ്. സ്റ്റിൽ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. സോ ചേച്ചി മനസ്സ് വിചാരിച്ച് കൂടുതൽ 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 സിനിമകൾ ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കൊരു ഫോട്ടോ എടുക്കാം. തീർച്ചയായും. ചേച്ചിക്ക് മേൽ പറഞ്ഞ പോലത്തെ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊക്കെ ശരിക്കും എന്താ പറയാ ഓർത്ത് വെക്കുന്ന രീതിയിലുള്ള നല്ല കഥകളുടെ ഭാഗമാവാൻ ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ? അത്രയും ചേച്ചിയുടെ മനസ്സിലേക്ക് സ്പർശിച്ച, നമ്മ വെറുതെ പറയുന്ന പോലെ അല്ല, ശരിക്കും ചേച്ചിനെ ഡീപ്പായിട്ട് പെയിൻഫുൾ ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുള്ള അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ. ശരിക്കും പറഞ്ഞാൽ തെലുഗു ഫിലിംസ് എന്നൊക്കെ പറയുന്നത് ഒരു അടിപിടി പടങ്ങളായിരിക്കുമല്ലോ കൂടുതൽ. സുഖായിരിക്കണോ? എസ് എൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എത്രയോ എന്താ പറയാ, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ സ്ക്രിപ്റ്റ് തന്നെയാണ്, പറയാനൊന്നുമില്ല. വാണിച്ചേച്ചിയും നിങ്ങൾ തമ്മിൽ തന്നെയും കുറേ സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ശ്രീ എസ് എൻ സ്വാമിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ വാണിച്ചേച്ചി അഭിനയിച്ച സിനിമകൾ. നമുക്ക് അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോവാം. ട്രൂത്ത്. യെസ്, അതായിരുന്നു തുടക്കം. അതെ, ആ ഓർമ്മ സർ. അത് ആ കഥ എഴുതുമ്പോ, ആ കഥാപാത്രത്തെ എഴുതുമ്പോ എനിക്ക് ആക്ച്വലി മലയാളത്തിനേക്കാൾ മലയാളത്തിൽ പേര് വന്നു പെടുന്നത്, പക്ഷെ തമിഴ്നാട്ടിലെ പടം കണ്ടിട്ട് ഉണ്മൈ എന്ന് പറഞ്ഞ എന്നാണ് ടൈറ്റിൽ ആയിരുന്നത്. ഉണ്മൈ. പക്ഷെ എന്ത് പേരായിരുന്നു എന്നറിയോ? എനിക്ക് തമിഴ് സിനിമ ഓഡിയൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു.
ഓക്കെ. അങ്ങനെയാണ് സാർ അത് ആ കഥാപാത്രം എഴുതിയപ്പോ തന്നെ വാണി വിശ്വനാഥ് ആണ് ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതെന്ന് സാർ മനസ്സിൽ കണ്ടിരുന്നു? എല്ലാത്തിനും ഇല്ല, ചിലതില് നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യും. ഞാൻ പിന്നെ ത്രില്ലർ പടം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള IPL കാണുന്ന പോലെ തന്നെ ഇന്നൊരു ആരാധന മൂത്തതാണ്. പക്ഷെ സ്വാമി സാറിന്റെ പടം ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര ആരാധികയാണ് ഞാൻ. CBI ഡയറക്കുറിപ്പ്, ആ ഫുൾ ജാഗ്രത തുടർന്നുള്ള എല്ലാ പടങ്ങളും. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള. അപ്പൊ ഞാൻ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് ഷാജി സാറിന്റെ അടുത്ത്, ത്രില്ലറാണോ പടം? ഞങ്ങളുടെ അടുത്ത് കുറച്ച് സസ്പെൻസ് ഒക്കെ ഒളിച്ചു വെച്ചിരുന്നു ലാസ്റ്റിലത്തെ ചില സംഭവങ്ങളൊക്കെ. അപ്പോ ത്രില്ലറാണോ എന്ന് ചോദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെറുപ്പം മുതലേ ഭയങ്കര സന്തോഷമായിരുന്നു ആ പടം ചെയ്യാനായിട്ട്. സാർ സെറ്റിലെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ത്രൂ ഔട്ട് സാർ ഉണ്ടാവാറുണ്ടോ? എന്നും ഒന്നും ഉണ്ടാവില്ല, എന്നാലും മിക്കവാറും എസ്പെഷ്യലി മെയിൻ ആയിട്ടുള്ള സ്റ്റാറൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ട്സോ ഇല്ലെങ്കിൽ കാരണം അവർ ഇൻവോൾവ് ആയിട്ട് അഭിനയിക്കണമെങ്കിൽ അവരുടെ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പം ക്യാരക്ടേഴ്സിൻ്റെ സ്കെച്ചും പോർട്രേറ്റും അപ്പം അത് അത്തരം കാര്യങ്ങൾക്കായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പം സാർ നിങ്ങൾ ഈ കുനിഷ്ഠ കഥയായതുകൊണ്ട് അല്ലല്ല, ആ പടം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര, കാരണം എന്റെ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറയുന്നത് ഷാജി സാറാണ്. അപ്പൊ ആ ഷാജി സാറും സ്വാമി സാർ എന്ന് പറയുമ്പോ ആ ഒരു പടത്തിനൊരു മമ്മൂക്ക, ആ ഒരു ലിഫ്റ്റിലൊരു സീനില്ലേ, വളരെ എൻജോയ് ചെയ്ത സീനായിരുന്നു ലിഫ്റ്റിലുള്ളത്. അല്ല, ഇപ്പൊ സാർ ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തത് ദ ട്രൂത്ത് എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പൊ അതിൽ സാർ തിരക്കഥ എഴുതുക, കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേരം മനസ്സിൽ വാണി ചേച്ചി തന്നെയാണ് ആ സിനിമയ്ക്ക് വിചാരിച്ചത്? അതൊക്കെ നമ്മളിങ്ങനെ കഥ ക്യാരക്ടറായിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഡയറക്ടറൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യല്ലോ. പക്ഷെ അന്ന് അറിഞ്ഞത് എന്റെ ക്യാരക്ടർ ഒരു മെയിൽ ചെയ്യാനായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നേന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇല്ല അല്ലേ? എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഫസ്റ്റ് വന്നിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോ അതിനു മുമ്പ് ഒരു വാണിയുടെ ഒരു പോലീസ് ഓഫീസറുടെ വേഷം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഏത് പടം ഞാൻ ഓർക്കണില്ല. അതിന് മുമ്പ് ട്രൂത്തിന് മുമ്പ് അഭിനയിച്ചൊരു പടം. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ നമ്മളത് പെട്ടെന്ന് കിങ്ങിന് ശേഷമാണല്ലോ ഷാജി സാറിന്റെ പടം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇതായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് സാർ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴാണെങ്കിലും ഓക്കെ വാണി വിശ്വനാഥ് വന്നു, ആ ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പിന്നാമ്പുറയില് ഓക്കെ വാണി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാണിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിക്കുക, പേപ്പറിൽ നമ്മൾ എഴുതുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ഇവരെ പോലത്തെ ആക്ടേഴ്സ് അത് പ്ലേ ചെയ്ത് കാണിക്കുമ്പോഴേ അങ്ങനത്തെ അവരുടെ മുമ്പിൽ പറഞ്ഞാൽ ശരിയല്ല. എന്നാലും സാർ പറയൂ ആ പിന്നാമ്പുറ കഥകൾ. അവര് വെരി ഗുഡ് പെർഫോമർ, ഡൗട്ട് ഒന്നും വേണ്ട. ഓക്കെ. ചേച്ചിക്ക് പിന്നെ ദ ട്രൂത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് ചെയ്തത് എന്താ വേറൊരു മൂവി ഉണ്ടല്ലോ, 1-2 സിനിമ പിന്നെ നമ്മള് ഇത് ചെയ്തു, താരാദാസിൽ ഞാനൊരു ഗസ്റ്റ് റോൾ പോലെ ചെയ്തിരുന്നു. വേറൊരു മൂവിയും കൂടെ ചെയ്തിട്ടുണ്ട്. നരിമാനത്ത് ചേച്ചി ഉണ്ടോ? നരിമാനില്ല ചേച്ചി ചെയ്തിട്ടില്ല. നരിമാനിലുണ്ടായിരുന്നില്ലേ? ഇല്ല, നരിമാനില്ല ചേച്ചി ചെയ്തിട്ടില്ല. എന്റെ ഓർമ്മയില് ചേച്ചി ഉണ്ടോ എന്നൊരു സംശയമായിരുന്നു കുറെ ആയതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പല സിനിമകളും ചേച്ചി ഫോളോ ചെയ്യുന്നുണ്ട്. കാണുമ്പോ തന്നെ ചേച്ചി വിളിക്കാതെ ഇവര് ചെയ്തു പോയ സിനിമകൾ കണ്ടപ്പോൾ ഇപ്പൊ ഈ ചേച്ചിക്ക് ഇഷ്ടമുള്ള ജോണറാണ് മിക്ക മൂവീസും. അപ്പൊ ഇതിനകത്തെ ക്യാരക്ടർ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എനിക്ക് കൂടുതൽ നന്നാക്കാമായിരുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ വല്ല നായകന്മാരുടെ ക്യാരക്ടറൊക്കെ ആഗ്രഹിക്കുള്ളൂ. നായികയുടെ ക്യാരക്ടറിനേക്കാൾ ഞാൻ കൂടുതൽ സ്വാമി സാർ എഴുതിയ നായകന്മാരുടെ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ പടത്തിൽ അങ്ങനെ നായികക്കായിട്ട് വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ പ്രാധാന്യം കുറവ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവരെയൊക്കെ കാണുന്ന ക്യാരക്ടേഴ്സായിട്ട്, അല്ലാണ്ട് നമ്മൾ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ആ ഒരു സങ്കല്പം ഇല്ലായിരുന്നു പണ്ട് മുതലേ എനിക്ക്. സാർ ആണെങ്കിലും കൂടുതലും ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവീസ് ആണ് കൂടുതലും ചെയ്തിരിക്കുന്നത് അല്ലേ? സാറിന് എന്തുകൊണ്ട് സാറിന്റെ ഫേവറേറ്റ് ജോണർ അങ്ങനെയാണോ? അത് എങ്ങനെയൊക്കെ എഴുതി വന്നാലും ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ എങ്ങനെ എഴുതിയാലും കൊണ്ട് അവസാനിപ്പിക്കാൻ അത് 1-2 ട്വിസ്റ്റ് ആണ്. നമ്മൾ ഇത് വിചാരിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് നമ്മളെ വേറെ വഴിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഇങ്ങനെ ആദ്യമൊക്കെ കണ്ണീരും കൈയുമായി എഴുതിയ കഥകളാണ്. ഒന്നില് കള്ളനായിരുന്നിരിക്കണം, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ആയിരുന്നിരിക്കണം. ഇല്ല, അന്നേരോട് മേനക ചോദിക്കും, സ്വാമി ഞാൻ എത്ര രൂപ ഗ്ലിസറൊക്കെ കൊണ്ടുവരണം എന്ന് ചോദിക്കും. പിന്നെ ബേബി ശാലിനി, മമ്മൂട്ടി, ബെൻസ് കാറ്, ഒരുപാട് ബ്രാൻഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ അത് അവിടെ മാറ്റം 20-ാം നൂറ്റാണ്ടിൽ
ഓക്കെ, അങ്ങനെ ഒരു മാറ്റം അത് സാർ തന്നെ കോൺഷ്യസ് ആയിട്ട് വന്നതാണോ അതോ? അതെ, എനിക്ക് ഈ ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു പ്രശ്നം വെച്ചാൽ ഈ മാറ്റം എന്ന് നമ്മളങ്ങനെ ഒരു കഥ എഴുതി ഓക്കെ അങ്ങനെ നമ്മളങ്ങനെ ഫിക്സഡ് ഇതല്ലല്ലോ, ആ കഥ മാത്രമേ ഇല്ലെങ്കിൽ ആ ജേണലിലെ കഥ മാത്രമേ എഴുതാം എങ്ങനെ ഇല്ലല്ലോ. ഓക്കെ നമുക്കങ്ങനെ മാറ്റം വേണം, വേറൊരു ടൈപ്പ് ആഗ്രഹം വന്ന് ആ ടൈപ്പ് എഴുതി. ഓക്കെ അതെല്ലാം ഓൾ ഡിപ്പെൻസ് അപ്പോൾ നമുക്കുണ്ടാവുന്ന ഇമാജിനേഷൻ എന്നുള്ള ഡെവലപ്മെന്റ്സാണ്. ഓക്കെ. അല്ല, അത് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ, അവരെങ്ങനെയൊക്കെ എഴുതിയാലും അത് വന്ന് എൻറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ത്രില്ലർ മൂഡിലേക്കോ അല്ലെങ്കിൽ ചിലരുടെ ഒരു കോമഡി ആണെങ്കിൽ അത് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും ചില ആൾക്കാരിൽ വന്ന്. എൻ്റെ മിക്കവാറും സിനിമകളുടെയൊക്കെ ഏതാണ്ട് എൻഡിങ് എങ്ങനെയാണെന്ന് ആദ്യമേ തീരുമാനിക്കും. എന്തെങ്കിലും മനസ്സിലാവും. അതിനെ മാറ്റുന്നതായിരിക്കും പുള്ളിയുടെ ബുദ്ധി. നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കും നമുക്ക് ഒരുപാട് സസ്പെൻസ് ഉള്ള സിനിമയില്, പക്ഷെ അതിന്റെ ഒറിജിനൽ അറിയാലോ കൊണ്ടുപോകുന്നതിലാണ് അവിടെ ആ കഥ വിജയിക്കുന്നത്. നമുക്ക് ഒരുപാട് പേരെ സംശയം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു ഇത് നടക്കണം, നമ്മൾ വിചാരിക്കും ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ രമ്യ ആയിരിക്കും അല്ലെങ്കിൽ വന്നിരിക്കുന്ന വാണി വിശ്വനാഥ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിനെ മാറ്റി മറിച്ച് പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ആ ഒരു ഇടം ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിലേക്ക്, അതാണ് ത്രില്ലർ എന്ന് പറയുന്നത്. ശരിക്കും അവിടെയാണ് വിജയിക്കുന്നത്. ഓക്കെ, ഇത് ട്രൂത്തിന് ശേഷം പിന്നെ ചെയ്തത് എനിക്ക് സാറിന്റെ തന്നെ ബൽറാം വേഴ്സസ് താരാദാസിനകത്ത് ചേച്ചി MLA യുടെ ഒരു ക്യാരക്ടർ, എന്താ ക്യാരക്ടറിന്റെ പേര്? റാണി മാത്യു എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര്. പുള്ളിക്കാരൻ പറഞ്ഞു അല്ല, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ക്യാരക്ടർ വന്ന് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അങ്ങനെ ഒരുപാട് പേര് വിളിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച മൂവിയായിരുന്നു അത്. അങ്ങനെ നിർബന്ധിക്കാൻ അല്ല, ഞാൻ ആക്ടിങ് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത്. അതെ, ആ സമയത്ത് ഞാൻ അഭിനയം, പിന്നെ ഒരു തമിഴ് പടം ബാലചന്ദ്ര സാറിന്റെ മൂവി ഒരെണ്ണം ചെയ്തു, അതും ബാലചന്ദ്ര സാറും അവരൊക്കെ കൂടി വിളിച്ച് ശശി സാറും എല്ലാവരും കൂടിയിട്ട് വാണി ചെയ്യണം ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ് ചെയ്ത ഒരു മൂവിയാണ്. ഓക്കെ. ഇനി സാർ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ചില കഥാപാത്രങ്ങൾ, ഇപ്പൊ സാറും ഇവരുടെയൊക്കെ പല ആക്ടേഴ്സിന്റെ പല മൂവീസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ സാറൊക്കെ പുതിയതായിട്ടൊരു കഥ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കും ആ ഒരു ആക്ടറിന്റെ മേളിലുള്ള ഒരു വിശ്വാസം വരുമല്ലോ. ഓക്കെ, ഈ ഒരു കഥാപാത്രത്തിനെ ഇവര് വളരെ നല്ല രീതിയിൽ അവര് നന്നായിട്ട് ചെയ്യും, നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എങ്ങനെയാണെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മനസ്സിലേക്കും എത്തിപ്പെടും അല്ലേ? അത് എൻ്റെ ഒരാളുടെ മാത്രം വിശ്വാസം കൊണ്ട് കാര്യമില്ല. അത് പിക്ചറൈസ് ചെയ്യുന്ന ഡയറക്ടറുടെയും കൂടെ ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് ക്യാരക്ടർ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുകൂടാണ്ട് ചിലതൊക്കെ നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരില്ല. നമ്മളുടെ ഒരുമാതിരി മനസ്സിലൊക്കെ ഏത് കാരിക്കേച്ചറാണോ അതിന് യോജിച്ചൊരു ഫിഗറാണ് മുഖമാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഫിക്സ് ചെയ്ത് പോകും. ഓക്കെ. പക്ഷെ ഇപ്പൊ വാണി ചേച്ചി എന്ന് പറയുന്ന ഒരാള് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പൊ വാണി ഇങ്ങനെ ഒരു കഥാപാത്രം എഴുതുമ്പോൾ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ത്രീകൾക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ബോഡി ലാംഗ്വേജ് ആ മാനറിസംസ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വാണി വിശ്വനാഥിനെ പ്ലേസ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അതിനെ സാർ അങ്ങനത്തെ ഒരു ചർച്ചകളോ അങ്ങനത്തെ എന്തെങ്കിലും സാർ? അല്ല, അതൊക്കെയാണ് ആ കോൺഫിഡൻസിന്റെ പ്രോസസ്സാണ് ഈ ചർച്ചകളും അതിനെക്കുറിച്ചിട്ടുള്ള ഡീപ് ഡിസ്കഷൻ. നമുക്ക് അങ്ങനെ ഞാനിപ്പോൾ ഇനി എന്തെല്ലാം തീരുമാനിച്ചാലും അത് ഡയറക്റ്റ് ചെയ്യുന്ന സംവിധായകന്റെയും ബാക്കിയുള്ള പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരുടെ എല്ലാവരുടെയും ഉപദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കണം. ചേച്ചിയുടെ ഫേവറേറ്റ് ഇതേപോലെ ആക്ട് ചെയ്യുന്നതിൽ മാത്രമല്ല കാണുന്നതിലും ചേച്ചിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണർ എന്ന് പറയുന്നത് ത്രില്ലർ മൂവി തന്നെയാണോ? അതെ അതെ, ഞാൻ ഫസ്റ്റ് അതാണ് തപ്പുക. OTT ആയെങ്കിൽ മൊത്തം ഫസ്റ്റ് അതൊക്കെ മാക്സിമം കഴിച്ചിട്ടായിരിക്കും അടുത്തതിലേക്ക് പോവുക. അപ്പൊ ചേച്ചി മാന്നാർമത്തയിലൊക്കെ വന്ന സമയത്ത് അവിടെ ഫുൾ സെറ്റിൽ ഫുൾ ചിരിയും ബഹളവും വേറെ തന്നെ ഒരു മൂഡായിരുന്നില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു മൂഡിലേക്ക് വരിക, ആ വൈബിൽ വരിക, ആ ഒരു സീക്വൻസ് അഭിനയിക്കാന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് ശരിക്കും എത്രത്തോളം? ഒരുപാട് ചിരിച്ചിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് പൈസ പ്രൊഡ്യൂസറിന് പോയിട്ടുണ്ടാവും. അന്ന് ഫിലിം എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ള സമയമല്ല. ഒരു സീൻ നടന്ന് അതിന്റെ ഇടയിൽ വരുമ്പോഴേക്കും ഞാൻ ചിരിക്കും. ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാനേ പറ്റില്ല. ചേട്ടൻ, മുകേഷ്, സായികുമാർ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കൂടി അഭിനയിക്കുമ്പോൾ നമുക്ക് ചിരി വന്നു പോകും. കാരണം ഞാൻ തെലുഗു ലോകത്ത് നിന്നാണ്, അവിടെ നിന്ന് ആണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളായിരുന്നല്ലോ കൂടുതൽ. പെട്ടെന്നാണ് ഒരു കോമഡി ഫിലിമിൽ വന്ന് അഭിനയിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര രസമായിരുന്നു അപ്പൊ ആ സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചിരിച്ചിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കട്ട് പറയേണ്ടി വന്നിട്ടുണ്ട്. എന്താ വാണി ഇത്, അവർക്ക് എന്നെ ചീത്ത വിളിക്കാനും പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ വാണിയുടെ ഒരു വളരെ ഫേമസ് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ
ബനിയന്റെ അന്തലാല. അത് വേറൊരു സ്റ്റൈല് തന്നെയായിരുന്നു ചേച്ചിയുടെ ഹെയർ സ്റ്റൈലും സാരി, അതില് ചേച്ചിയുടെ കുറെ ഒരു മൂവ്മെന്റ്സും അതൊക്കെ. ഔട്ട്ഡോർ ഇവിടെ ഈ ഫോട്ടോ ചെയ്ത് ഷൂട്ട് ചെയ്തത് ഒരു അമ്പലത്തില്. ഓക്കെ ഓക്കെ. പബ്ലിക്കിന്റെ നടുവില്. പബ്ലിക്കിന്റെ ഇടയിലായിരുന്നു. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ദ ട്രൂത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഷാജി കൈലാസ് സാർ അദ്ദേഹം ഈ ട്രൂത്തിനകത്ത് ഒരു ഫോട്ടോ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. അത് ലൊക്കേഷനിലെ ഫോട്ടോ ആണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ദ ട്രൂത്ത് ഇത്രയും വിജയമാവാനുള്ള ഏറ്റവും വലിയൊരു കാരണം അതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്ത ശ്രീ എസ്.എൻ. സ്വാമിയാണ്. പിന്നെ അതിനകത്ത് വാണിചേച്ചി ചെയ്തിരിക്കുന്ന കഥാപാത്രം അത് വാണിചേച്ചി തന്നെ ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഇനി അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുമോ എന്നൊക്കെ പല കമന്റ്സും ഒക്കെ വന്നപ്പം അന്ന് ഷായി ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീ എസ്.എൻ. സ്വാമി അദ്ദേഹം ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എഴുതാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിലും വാണി വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു ആക്ടർ തന്നെ അതിൽ പിന്നീട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അത് കഥയോ അതൊന്നും നോക്കണ്ട, അങ്ങനെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കഥയുടെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് 4 വാക്കുകൊണ്ട് വരും. അതിന്റെ കണ്ടന്റ് എന്നുള്ള സാധനം ഉണ്ടാക്കിയെടുക്കാനുള്ള പാട് വേറെയാ. അത് എന്നാ ശരിക്കും പറഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ ആ ഡെത്തിന്റെ ഇൻസ്പിറേഷനാണ് ട്രൂത്ത് ഉണ്ടായത്. അതെ അതെ, അത് മനസ്സിലാക്കണം. പിന്നെ അതിന്റെ ആ ഒരു ആൺവേഷം എന്നുള്ള ഒരു അതേപോലെ രാജീവ് ഗാന്ധിയുടെ സിലോൺ ഇൻസിഡന്റ് ആണ് ഓഗസ്റ്റ് 15 നമ്പർ സിനിമ ഉണ്ടായത്. പെരുമാളെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി ഭയങ്കര ഹിറ്റായ പടമാണ്, മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ നിന്ന് നടക്കണ ഏതെങ്കിലും ഇൻസിഡന്റ് ഇൻസ്പയർ ചെയ്താലേ നമുക്ക് എഴുതാൻ ഒരു സുഖം കിട്ടുള്ളൂ. സാറിന് ഏറ്റവും കൂടുതൽ ഇപ്പം എഴുതി തുടങ്ങുമ്പോഴും അതിന്റെ ഒരു ക്ലൈമാക്സ് സീനിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിന് നല്ല ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ, ഒരു ട്വിസ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ചാലഞ്ചിങ് ആണ് ഒരു സ്ക്രീൻ റൈറ്റർ. അത് ഈ സസ്പെൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലിമെന്റ് ഉള്ള സിനിമയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കഥയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അവസാനം കാണിക്കുന്ന ആൾ ചീറ്റിപ്പോകരുത്. ഓ ഇയാളായിരുന്നോ എന്ന് ഓഡിയൻസിന് തോന്നാൻ പാടില്ല. അയ്യോ ഇയാളായിരുന്നു, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിന്റെ ഒരു ഐഡിയ വേണം. അതിനോടുള്ള അപ്രോച്ചും കാര്യങ്ങളും വ്യത്യാസം വരാം. അപ്പൊ എത്രത്തോളം ആലോചിച്ച് എങ്ങനെയൊക്കെ എതിരിട്ടായിരിക്കും അല്ലെ ഇവർ അത്രയും നല്ലൊരു സ്ക്രീൻ പ്ലേ ആയിട്ട് പ്രാവശ്യം കണ്ടാലും നമുക്ക് അറിയാം ഇന്ന ആളാണ് കൊന്നതെന്ന് അറിഞ്ഞാൽ പോലും. എനിക്ക് കേസുണ്ടായി ഈ ട്രൂത്തില്. ഞാൻ പോലീസ് ഓഫീസറെ വില്ലനാക്കിയെന്നും പറഞ്ഞ് ഋഷിരാജ് സിംഗ് എന്നും പറഞ്ഞ DGP ഇല്ലേ, എനിക്കെതിരെ കേസ് കൊടുത്തു. പോലീസിന് ഞാൻ മുരളിച്ചേട്ടന്റെ ക്യാരക്ടർ ചെയ്താണോ സ്വാമി സർ? മുരളിച്ചേട്ടന്റെ ക്യാരക്ടർ അങ്ങനെയല്ല, പുള്ളി മുരളി എന്നല്ല പറഞ്ഞ, ഒരു പോലീസ് ഓഫീസറെ വില്ലനാക്കിയത് പുള്ളിക്ക് ഇഷ്ടമായില്ല. പുള്ളി കൊണ്ട് ഞാനൊക്കെ ബിഗിനിങ് അതിലൊരു നെഗറ്റീവ് ടച്ച് ഉള്ള ക്യാരക്ടറാണ്. പുള്ളി കേസ് കൊടുത്തു. എന്തായാലും സർ ഇങ്ങനെ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇങ്ങനെ വാണിചേച്ചിയുടെ ഈ ഒരു ഷോയിലേക്ക് സർ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യാനായിട്ട് സാറ് വന്നല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് സർ. ചേച്ചിയുടെ സിനിമാ കഥകളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഗ്യാങ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ാണ് ബാബുരാജ് ചേട്ടൻ ഒരുമിച്ച് പരിചയപ്പെടുന്നത്. അതിൽ ഏറ്റവും ഈ ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ആ സെറ്റില് ബാബുചേട്ടൻ ഏതൊരു പാട്ട് പാടി ചേച്ചി എണീറ്റ് അവിടെ ഓടി എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. സത്യമാണോ? അതല്ല, ഞാൻ പുള്ളിയെ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും പാട്ടിനെ പറ്റിയിട്ട് വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങള് പല്ലവി ചരണം പാടിയിട്ട് അതിന്റെ പല്ലവി ഏതാണെന്ന് പല്ലവി പറഞ്ഞിട്ട് അതിന്റെ ചരണം ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാനൊരു ചരണം എന്തോ പറഞ്ഞപ്പോ അതിന്റെ പല്ലവി പുള്ളിക്കാരൊക്കെ അറച്ചാ പറഞ്ഞു. അങ്ങനെ ഓടി. അങ്ങനെ പിന്നെ അടുത്ത് അങ്ങനെയാണ് ജീവിതത്തിലേക്ക് വന്നത്. ആ ഒരു പ്രണയ കഥകളിലും കൂടെ പറഞ്ഞു പോവാൻ ചേച്ചി. എന്ത് പ്രണയം! എന്നാലും ആ ഒരു സ്പാർക്ക് ആദ്യം തോന്നിയത് ചേച്ചിക്കാണോ ചേട്ടനാണോ? രണ്ടുപേർക്കും തോന്നിയിട്ടുണ്ടായിരിക്കണം. പറഞ്ഞത് ഞാനായിരിക്കും പറഞ്ഞത്. ചേച്ചി അതെങ്ങനെയാ പറഞ്ഞിട്ടുണ്ട്? സെറ്റിൽ തന്നെയാണോ അതോ നിങ്ങൾ ആ സെറ്റിൽ തന്നെയാണോ? അതോ സെറ്റിൽ തന്നെയാണ്. സെറ്റിൽ പടം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരുപാട് സമയം സംസാരിക്കും. അങ്ങനെ ഫോൺകാർക്ക് കാശ് കൂടുതൽ കൊടുത്ത് അന്നൊക്കെ STDയും സംഭവങ്ങളൊക്കെ അല്ലേ, അങ്ങനെ ഒരുപാട് സംസാരിച്ച് അങ്ങനെ. നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് കാണുമ്പോൾ നമ്മൾ ഭയങ്കര പവർഫുൾ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ വരുന്ന 2 പേരാണ്. ഒന്നാണാണോ ഒന്ന് പെണ്ണാണെന്നുള്ള വ്യത്യാസം മാത്രം. പക്ഷെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആരാണ് ഇതിലെ പുലി, ആരാണ് പൂച്ച? അല്ല, ഞാനായിരിക്കും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്.
Okay. തീർച്ചയായിട്ടും ഞാനാണ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം പുള്ളിക്ക് ഇറങ്ങി പോകുന്ന ഒരു ഇതിലേക്ക് പുള്ളി മൈൻഡിലേക്ക് വരികയില്ല. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങി പോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് മാറ്റിയതാണ്. അവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വിചാരിക്കും. ഇപ്പൊക്കെ കുഴപ്പമില്ല, ഞാനും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തുടങ്ങി. ഇപ്പോഴാണ്. പക്ഷെ അത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. കാരണം വാണി ചേച്ചി വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ആ ഒരാളും അല്ലല്ല സംസാരം എപ്പോഴും ഉണ്ടായിരിക്കും. അത് ഉരുളയ്ക്ക് ഉപ്പേരി അപ്പപ്പോ കൊടുത്തിരിക്കും. പിന്നെ ചില കാര്യങ്ങളിൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് ഫാമിലി പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്, അതാണ് ബിറ്റ്വീൻ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളപ്പോഴാണ് സ്മൂത്ത് ആയിട്ട് ഫാമിലി ലൈഫ് മുന്നോട്ട് പോവുക. പക്ഷെ എന്നാലും ഞാൻ ബാബുചേട്ടൻ ഒരു ദിവസം ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പനോട് പറഞ്ഞു അവള് വീട്ടിൽ ഫുൾ ടൈം പൂജയും ബഹളും, പക്ഷെ ഞാൻ വീട്ടിൽ പോയ പാവാണ് അവളാണ്. അങ്ങനെ പാവം എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നുമില്ല. എങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആണ്. ചില കാര്യങ്ങളിൽ ഞാനായിരിക്കും മേലെ നിൽക്കുക, ചില കാര്യങ്ങൾക്ക് പുള്ളിയായിരിക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്നിട്ട് ബാബുചേട്ടൻ നേരെ തിരിച്ചറിഞ്ഞു. നമുക്ക് ഇനി പെട്ടെന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് റാപ്പിഡ് ഫയർ ഒരു റൗണ്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഒറ്റ വാക്കിൽ ചേച്ചി പെട്ടെന്ന് ടപ്പേന്ന് ഉത്തരം പറഞ്ഞോണം. റിയൽ ലൈഫില് പോലീസ് ആകുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ചേച്ചി? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആണോ? എങ്കിലും ഈ ആളെ കൊണ്ട്, ഈ ഒരു ഓഫീസറെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് നല്ലത്. ഒരു കാലത്തെ മലയാള സിനിമയുടെ നാടിയും നട്ടലും രോമാഞ്ചവും ഒക്കെയായ ഇതിഹാസ നായികയായ സകല പ്രേക്ഷകരുടെയും ഇഷ്ട നടിയും ആയ വാണി വിശ്വനാഥിനെ പറ്റി രണ്ടു വാക്ക് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്റെ കൂടെ അഭിനയിച്ച മനോജ് കെയൻ നായകനായി അഭിനയിച്ച സ്വർണ്ണക്കിരീടം എന്ന ചിത്രമാണ്. അതുപോലെ ഒരുപാട് നായിക കഥാപാത്രങ്ങളും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള പോലീസ് വേഷങ്ങളും ക്യാരക്ടറുകളും ധാരാളമായി ചെയ്തിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അന്വേഷണത്തിന്റെ തുടക്കം, റൈഫിൾ ക്ലബ് എന്നീ സിനിമകളുടെ വാണി വിശ്വനാഥ് തിരിച്ചു വരികയാണ്. ഇനി വളരെ നാളുകൾ വളരെ സജീവമായി മലയാള സിനിമയ്ക്ക് ഒരു അവിഭാജ്യ ഘടകമായി തീരട്ടെ. ഒത്തിരി നന്മകൾ നേരുന്നു, ഒരുപാട് ആശംസ നേരുന്നു. ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല റോളുകൾ ചെയ്ത് പ്രേക്ഷകരുടെ കയ്യിൽ വാങ്ങി വളരെ നല്ല രീതിയിൽ മലയാള സിനിമയെ വളർത്തുവാൻ സഹായകരമായിട്ട് വാണി വിശ്വനാഥിന്റെ സാന്നിധ്യമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്നുള്ള സിനിമ വൻ വിജയമായി തീരട്ടെ. ശ്രീ സ്ഫടികം ജോർജ്, നിങ്ങൾ ഒരുമിച്ച് സ്വർണ്ണകിരീടത്തിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വർണ്ണകിരീടമാണ്, സ്വർണ്ണകിരീടമായിരിക്കും. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ചേച്ചിയുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ? ഞങ്ങള് ഇതുപോലെ എന്താ പറയാ വാക്ക് തർക്കത്തിലൂടെ ഒക്കെ സിനിമയില് ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി സിനിമയിൽ കാണുന്ന പോലെ ശരിക്കും സ്ഫടികം എന്ന് ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു സ്ഫടികം തന്നെയാണ് പുള്ളിക്കാരൻ. നല്ല സ്വഭാവവും എല്ലാം, ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ പറയാൻ. ഈ ജോർജ് ഏട്ടനാണെങ്കിലും അതേ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും നമ്മള് പേടി തോന്നും, അങ്ങനെയല്ലേ? ഇങ്ങനെയൊക്കെ തോന്നുമ്പോ ശരിക്കും ആള് ശരിക്കും എങ്ങനെയാ? അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര പാവായിരിക്കും, വളരെ സ്വീറ്റ് ആണ്. നമുക്കും ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്ഫടികമൊക്കെ കണ്ടതിന്റെ ഒരു ഇത്. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആണ്. പിന്നെ പുള്ളീനെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടൊക്കെ പറയുന്ന ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് ഭാവം തോന്നുന്നു, ദൈവമേ ഞാനല്ലേ ഈ വിളിക്കുന്നതെന്നൊക്കെ. അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം ജോർജ് ഏട്ടാ എന്നെ പറ്റി ഇങ്ങനെ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരെയും അന്വേഷിച്ചായിട്ട് പറയാം. ഓക്കെ ചേച്ചി. ഓക്കെ, ഇനി നമ്മൾ പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചേച്ചി ഇതല്ലേ പ്രണയത്തെ കുറിച്ച് പറഞ്ഞത്? എന്നോട് പോലീസിന്റെ കാര്യം. അല്ല, ഞാൻ വേറൊരു ഒരു വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. ബാബുരാജ് ചേട്ടൻ അന്ന് വന്നിട്ട് എന്താ പറഞ്ഞെന്ന് നോക്കിക്കോ പ്രണയത്തെ കുറിച്ച്. ഇങ്ങനെ വാണിജ്യം പ്രേമിച്ച് കയ്യിലാക്കി സമ്മതിക്കണോണ്ട് എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നത് ആദ്യം ചോദിക്കേണ്ടിരുന്നത്. അതാ പറഞ്ഞ എന്തിനാ ഇങ്ങനെ ഒരു സമ്പാദനമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചുകൂടായിരുന്നോ? എന്തിനിങ്ങനെ പോയി പെട്ടു എന്ന് വാങ്ങിച്ചതിന്റെ അടുത്ത് കുറെ കാലമായിട്ട് ചോദിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം. അതെ അതെ അതെ. ആരാ വാണിജ്യാണോ ഭാഷയാണോ ആദ്യം
പറഞ്ഞത് ഐ ലവ് യു എന്ന്. പിന്നെ ശരി, എന്നാലും ഇഷ്ടമെന്നുള്ള കാര്യം അവതരിപ്പിക്കണമല്ലോ. എന്നാലും കണ്ടോ ഇതില് തന്നെ മനസ്സിലാക്കാം, ഇത് ചോദിക്കുന്നതിലും പുള്ളിക്ക് ആ ചാപ്പാട് എങ്ങനെ ഉള്ളിലേക്ക് അകത്താക്കാം എന്നുള്ള ആഗ്രഹമാണ് കൂടുതൽ. എന്റെ കാര്യം പറയുന്നില്ലല്ലോ. അവ ചോദിച്ചേ അതെ എപ്പോ ഐ ലവ് യു, അതെങ്ങനെ ആര് പറയുന്നു? ഫുള്ള് ഈ കഴിക്കുന്നതിലാണ് ചിന്ത. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് പറയാൻ പറ്റും. എനിക്ക് ചേട്ടനും കിടന്ന് ഉരുണ്ട് കളിക്കാണ്, ചേച്ചി ഉരുണ്ട് കളിച്ചു. ഇനി ഇത് ആരോ ചോദിച്ചു പുള്ളിയുടെ അടുത്ത്, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടോ? ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട്. അപ്പൊ പുള്ളി പറയും, നിങ്ങൾ എന്താ വിചാരിച്ചു സിനിമയിൽ കാണുന്ന പോലെ ആ വാണി വീട്ടിൽ കയറി വാണി വിളിച്ച് രണ്ട് ഇതൊക്കെ നടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഐ ലവ് യു പറഞ്ഞു. എന്നാ ഇത് കറക്റ്റ് ആയിട്ട് ഒരാള് പറയും, ഞാൻ ഒരാളെ ഫോണിലേക്ക് കണക്ട് ചെയ്യട്ടെ. ഓക്കെ, അവിടെ വാണി ചേച്ചിയാണോ ബാബുചേട്ടനാണോ ഇത് പറഞ്ഞെന്നുള്ളതിനൊക്കെ കറക്റ്റ് ആൻസർ നമുക്ക് ഇപ്പോൾ കിട്ടും. ആരായിരിക്കും നോക്കാം. അതൊക്കെ ചേച്ചി തന്നെ കണ്ടുപിടിച്ചോണം. കണക്ട് ചെയ്യപ്പോ നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ചേച്ചി. ആരോട് അത് ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ആലോചിച്ചെങ്കിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. നോക്കിക്കോ, സ്പീക്കറിലാണോ? അതെ. ഹലോ ഹലോ ഹലോ, ഞാൻ വാണി ചേച്ചിക്ക് ഫോൺ കൊടുക്കാമേ. കേൾക്കുന്നുണ്ടോ? കേൾക്കാലോ. ഞാൻ വാണി ചേച്ചിക്ക് ഫോൺ കൊടുക്കാം. അച്ചപ്പൂ, അതൊക്കെ വേഗം മനസ്സിലായി, വേഗം മനസ്സിലാവില്ലേ? മനസ്സിലാവും. പേര് പറയണമെന്നൊക്കെ പറഞ്ഞെങ്കിലും മനസ്സിലാവത്തില്ല. എനിക്കറിയാം ഹലോ എന്ന് ഞാൻ പറഞ്ഞാലേ വാണിക്ക് മനസ്സിലാവും. എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷമായിട്ട്. ഞാൻ കൊല്ലത്താണേ. ഞാനത് ഒരു സർപ്രൈസ് ആയിട്ട് വീഡിയോ ആയിട്ട് വരണോന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെ വെച്ചതാണ്. നമ്മൾ തമ്മിൽ സംസാരിക്കുമെങ്കിലും ഞാൻ പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാതിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ കൊല്ലത്തെ നാട്ടിലെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മോനെ ഞങ്ങള് അച്ചപ്പൂന്ന് വിളിക്കുക. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ തരാൻ പറ്റാതിരുന്നത്. വീഡിയോ ആയിട്ട് ഞാൻ നല്ലൊരു ഉഗ്ര ചോദ്യമായിട്ട് വരണമെന്ന് വിചാരിച്ചത്. ഓ, വരായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊല്ലത്താ. നാസിന്റെ പെങ്ങളുടെ മോനൊരു ആക്സിഡന്റ് പറ്റി ഇവിടെ ഹോസ്പിറ്റലിൽ NS-ലാണ്. എനിക്ക് നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കൊരു സംശയം, വെറുതെ ഇനി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് വെറുതെ. കാരണം പൊന്നമ്മ ചേച്ചി അങ്ങനെ വന്നു. ആ, പൊന്നൂസ് അതുപോലെ വന്നു, എന്നോട് ഇങ്ങനെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് കയറി വന്നു. അപ്പൊ ശരി, ഇനി അച്ചപ്പൂ ഇങ്ങനെ വരുന്നുണ്ടോന്ന് വിചാരിച്ചു ഞാൻ. അതെ, ഓക്കെ. ഓക്കേടാ, താങ്ക് യു സോ മച്ച്. അതെ, രമ്യ എന്തോ ചോദിക്കണം അത്ര. ഓക്കെ ചേച്ചി, ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ വാണി ചേച്ചിയാണോ ബാബുചേട്ടനാണോ ആദ്യം ഇവരുടെ പ്രണയം പറഞ്ഞത്. രണ്ടുപേരോട് ചോദിക്കുമ്പോ രണ്ടുപേരും ഉരുണ്ട് കളിക്കുക. ചേച്ചിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാലോ? അത് ബാബു തന്നെയാണ്. അറിയാതെ വന്നപ്പറ്റി ഞാൻ പറയാം, ബാബു തന്നെ ആയിരിക്കും. ബാബു തന്നെ എന്ന് പറയാൻ കാരണം ഇതില് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പറയണമല്ലോ. ഒരു പ്രണയത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഭയങ്കര രസകരമായ ഒരു സിറ്റുവേഷൻ ആണ്. വാണിയുടെ ഇവര് ഗാങ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനില് വാണി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ പ്രണയം തുടങ്ങുന്നത്. പ്രണയം തുടങ്ങുമല്ല, അവർ തമ്മിൽ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്. പരിചയപ്പെട്ട് അവിടെ ഒരു ഫൈറ്റ് സീൻ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വാണിയുടെ കാലില് ഒരു ലൈറ്റ് വീണു. വലിയൊരു ആക്സിഡന്റ് പറ്റി. അവിടുന്ന് ബാബുവാണ് നായകൻ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആളെ നന്നായിട്ട് കെയർ ചെയ്തു. വാണിയെ നന്നായിയൊക്കെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു ഹോസ്പിറ്റലിലൊക്കെ. അപ്പോ ആ ഒരു കെയർ ഒക്കെ കണ്ടപ്പോ ഒരു ഇഷ്ടം, ഒരു പ്രണയം എന്ന് പറയാൻ പറ്റൂല, ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു വാണി, ഈ ബാബുരാജിനെ അറിയാമോ എന്നോട് ചോദിച്ചു. പിന്നെ എന്താ ബാബു, വാണിയേക്കാളും മുമ്പേ ബാബുന്റെ ഫ്രണ്ടാ. അപ്പൊ ഞാൻ പറയാം ബാബുനെ അറിയാം. എന്താന്ന് വെച്ചപ്പോ ഞാൻ ബാബുരാജാണ് അത്, അവരാണ് എന്നെ ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഇവരുടെ ബന്ധത്തിന്റെ ഒരു തുടക്കം. അതല്ലേ സത്യം? അതാണ് സത്യം. ഓക്കെ, അപ്പൊ താങ്ക് യു ചേച്ചി, താങ്ക് യു കേട്ടോ. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു ദിവസം നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
ബൈ ബൈ ബൈ. ഓക്കെ, അപ്പൊ അവിടെ നിന്നായിരുന്നു പ്രണയത്തിന്റെ തുടക്കം. യെസ്, ഓക്കെ. കെയർ ചെയ്ത് ബാബുച്ചേട്ടൻ അങ്ങനെ വാണി വിശ്വനാഥിന്റെ മനസ്സൊക്കെ കീഴടക്കി. ഓക്കെ, ശരി. ഇനി അല്ല, ഞാൻ ഫസ്റ്റ് പറഞ്ഞതിന്റെ ഉത്തരം പറഞ്ഞു. പോലീസ് ആകുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം, ഒരു പക്ഷെ ആവുകയാണെങ്കിൽ ഈ ആളെ കൊണ്ട് എന്ത് സാധിക്കും, ആ സാധ്യതന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടല്ലോ, സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും 100%. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു പോലീസ് ആണെങ്കിൽ ഒരു വില്ലനെ അടിച്ചു വീഴ്ത്താനൊക്കെ അങ്ങനെ പറ്റുമോ? പറ്റിയിരിക്കും. പറ്റും, പറ്റും, പറ്റിക്കും, പറ്റിക്കും. ഓക്കെ. എന്നാ ഞാനൊരു വില്ലനെ തന്നാലോ? വില്ലനെ? ഓ, ഡയറക്റ്റ് ഇപ്പൊ തരും ഞാൻ. ചേച്ചി, ഇത് സർപ്രൈസിന്റെ വേദിയാണ്. റെഡി ചേച്ചി, റെഡി. എവിടെ? അയ്യോ, ഇത്ര ഡിലേ പറ്റില്ല. സുഖായിരിക്കുന്നു. ചേച്ചി, നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെയാണ് ചേച്ചി ഓരോ സർപ്രൈസസും വന്ന് ലാൻഡ് ചെയ്യണത്. ഒരുപാട് വർഷങ്ങൾ ലാസ്റ്റ് പടം വാരി വലിച്ച് എന്നെ ഇടിച്ചു ഷിപ്പ്യാർഡിലിട്ട്. എത്രയോ ഇടി എനിക്ക് മമ്മൂക്ക ലാലേട്ടൻ അല്ലാണ്ട് ഒരു അന്നത്തെ സൂപ്പർ സ്റ്റാർ അതെ വാണിയുടെ അടി കിട്ടുന്നത് ആ പടം. അത് ആ ക്യാരക്ടർ പോലീസ് ഓഫീസറാണ്, പക്ഷെ അതിനകത്ത് ഭ്രാന്തിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ബേബി സ്റ്റേവട്ടിന്റെ റീമേക്ക് ആണ്. ജെയിംസ് ബോണ്ട് ഫൈറ്റ് വന്നിട്ട് വില്ലേട്ടനാണ് ക്യാമറ. വാരി വലിച്ചിട്ട് അടി എന്ന് പറഞ്ഞ അമ്മാതിരി അടി. എനിക്കിപ്പോ ആലോചിക്കുമ്പോ ചിരി തോന്നുന്നു, വിഷമം തോന്നുന്നു, ചിരി തോന്നുന്നു. അല്ല, പക്ഷെ ഇതെല്ലാം ഏറ്റുവാങ്ങിയ പാവം ബൈച്ചേട്ടാ, ഈ മമ്മൂക്കി ലാലേട്ടനൊക്കെ ഇടിക്കുന്നതിന്റെ അതിനെക്കാട്ടിലും പവർഫുൾ ആയിരുന്നു. ഇത് ഒരു ഒറിജിനൽ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അടി എന്ന് പറഞ്ഞാൽ നല്ല അടി കിട്ടിയത്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ഒരു ഇനോഗ്രേഷന് പോയത് ഓർമ്മയുണ്ടോ? തോപ്പുംപടിയിൽ ഒരു ജ്വല്ലറി, ഞങ്ങൾ ജെയിംസ് ബോണ്ട് പടത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് ഇനാഗ്രേഷൻ പരിപാടിക്ക് അന്ന് പോയി. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ല അന്ന് ഇന്നൊരു സർപ്രൈസ് തരണോന്ന് പറഞ്ഞിട്ടുണ്ട്. വാണി ആയതുകൊണ്ട് സത്യം, വാണിയുണ്ട് രമ്യയുണ്ട്, രണ്ടും വർഷങ്ങൾക്കായിട്ടുള്ള, രമ്യ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അറിയാം. അതെ അതെ അതെ. ഓക്കെ ചേച്ചി, ഇത്തരത്തില് ഇപ്പൊ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ സിനിമകൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഇപ്പൊ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ കുറെ കൂടെ ടെക്നോളജി വളർന്നു. നമ്മുടെ ഫിലിം സെറ്റും എല്ലാം സപ്പോർട്ടിംഗ് സിസ്റ്റം ഇപ്പൊ കൂടുതലായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഒരുമിച്ച് ചെയ്തിരിക്കുന്ന അന്നത്തെ കാലത്തെ സിനിമകളിൽ ഈ പറയുന്ന ഇടി കൊടുക്കുക അല്ലെങ്കിൽ ഈ ഫൈറ്റ് സീൻ ഒക്കെ വരുമ്പോൾ അതിനകത്ത് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു? കുറവായിരിക്കും. ഇപ്പോഴത്തെ സംബന്ധിച്ച് കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അങ്ങനെ തെറ്റിൽ കൊണ്ടിട്ടില്ല എന്നാണ് ഇതുവരെ എന്റെ ഒരു വിശ്വാസം. ഈ ഫൈറ്റ് സീൻ അതിന് ടൈമിംഗ് ഭയങ്കരമായിട്ടും ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും മുഖ്യമുള്ള ഒരു സംഭവമാണ്. അപ്പൊ ചേച്ചി അടിക്കുന്ന സമയത്ത് ചേട്ടൻ ഫേസ് ഇങ്ങോട്ട് ചെയ്തത് ഒരു സെക്കൻഡ് ചേട്ടൻ ചെയ്യാൻ ഡിലേ ആയാൽ കറക്റ്റ് ചേച്ചിയുടെ അടി. അപ്പൊ അതിപ്പോ വാണിയുടെ അല്ലെങ്കിൽ ചെയ്യുന്ന ഓപ്പോസിറ്റ് ക്യാരക്ടറിന്റെ കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമാണ്. ടൈമിംഗ് നമ്മൾ തെറ്റി ചിലപ്പോൾ അടി കിട്ടിയാൽ അത് നമ്മുടെ കുഴപ്പമാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ കുറെ അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ എന്തോ ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്റെ അടുത്ത് ഒരുപാട് ഫൈറ്റേഴ്സും ആർട്ടിസ്റ്റുകളല്ലാതെ ഫൈറ്റേഴ്സും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ. കാരണം നായിക നടിമാർ ഒരുപാട് പേര് ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ ആരുടെ കയ്യിൽ നിന്നും അങ്ങനെ കൊണ്ടിട്ടില്ല. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് തെറ്റി കൊണ്ടിട്ടുണ്ട്, പക്ഷെ വാണി ചേച്ചിയുടെ കയ്യിൽ നിന്ന് മാത്രം കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിലും ആ ടൈമില് ഫൈറ്റ് എനിക്ക് തോന്നണു അന്ന് തെലുങ്കിൽ വിജയ് ശാന്തിയുടെ മലയാളത്തില് അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് വാണി തന്നെയാണ്, അന്ന് വാണിയാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ നമ്മളെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കുട്ടിയാണ്, ബേബി കുട്ടിയാണ് അതിനകത്ത് മെയിൻ ലീഡ്. അപ്പോൾ അത് വാണിയുടെ മോനാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ ഒരു മെന്റൽ ക്യാരക്ടറായിട്ട് പോലീസ് ഓഫീസറാണ് ആ ക്യാരക്ടർ. അങ്ങനെ കൊച്ചിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പിടിയും വലിയും. നമ്മൾ ഷിപ്പ്യാർഡിനകത്താണ്, കൊച്ചിനെ രക്ഷിക്കുന്ന ഒരു സംഭവമാണ് അതെ കുഞ്ഞിനെ. അങ്ങനെ ഇത് പറ്റിയതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നുള്ള പോലെയൊന്നും അന്നില്ല. അന്ന് ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻ കേസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അട്ടിക്കിട്ടി പോയി വീഴുവാണ്. അതിൻ്റെയൊക്കെ ഇപ്പൊ കുറേശ്ശെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. അന്ന് അങ്ങനെ ഫൈറ്റേഴ്സ് മാത്രമേ അങ്ങനെ ഇത് ചെയ്യുള്ളൂ. പക്ഷെ അതിന്റെ ക്യാമറമാനൊക്കെ വില്യേട്ടൻ എന്നൊക്കെ പറയുന്ന സ്പടിയും അങ്ങനെയൊക്കെ ചെയ്ത ആളാ. പുള്ളിയൊക്കെ നാച്ചുറൽ പരിപാടി അന്ന് അങ്ങനത്തെ ഇതായിരുന്നു.
വൈശാഖ അറിയുന്ന ഇപ്പൊ ഇൻഡസ്ട്രിയിൽ തന്നെയും നിങ്ങൾ തമ്മിൽ ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും വാണി ചേച്ചിയൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള താരങ്ങൾ നമ്മൾ സെലിബ്രിറ്റീസിൽ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധനയൊക്കെ ഉണ്ടാവാറുണ്ട്. വാണി ചേച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശ്രീ AK ആന്റണി, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു താരമാണ് ചേച്ചി. അതുപോലെ രവീന്ദ്രൻ മാഷ്, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഭയങ്കര. അതേപോലെ നമുക്കറിയുന്ന സെലിബ്രിറ്റീസിൽ ചേട്ടനൊക്കെ നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ആക്ടറിനോട് ഒരു ആരാധന തോന്നിയിരിക്കുന്ന ആക്ടേഴ്സ് അതാരൊക്കെയായിരിക്കും വൈശാഖ അറിയുന്നതില്? വാണിയോട് ആരാധന തോന്നിയിട്ടുള്ള മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വാണി ഇല്ല, വാണിയുടെയൊക്കെ ഒരു എൻട്രി എന്ന് പറയുന്നത്, അന്നത്തെ ഒരു എൻട്രി എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ ഉള്ള പോലത്തെ ഒരു എൻട്രി ആയിരുന്നില്ല അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്യാരക്ടർ ചെയ്യുക, അതിനേക്കാൾ ഉപരി അഭിനയിക്കുക, അഭിനയം അടിപൊളിയായിട്ട് അഭിനയിക്കുന്നു, ഒപ്പം ഫൈറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ചെയ്തു, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്കൊന്നും മലയാളത്തിൽ പിന്നെ അങ്ങനെ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ ആരാധന എന്ന് പറയുന്ന ആ ക്യാരക്ടർ ചെയ്യുന്നതിനോടൊരു ഇഷ്ടം നമുക്ക് എല്ലാവർക്കും തോന്നും അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എല്ലാം. അതൊരു എന്താ പറയാ, പക്ഷെ അന്നത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഒരു ലൈഫും നമ്മൾ അന്നും ഇന്നും ഒക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് ഭയങ്കര രസമായിരുന്നു. അന്ന് കുറച്ചുകൂടെ ലൈവ് ആയിരുന്നു, കുറച്ചുകൂടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ സത്യസന്ധത ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ പോലും എല്ലാവരുമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ആയിരുന്നു, ഒരു ഫാമിലി പോലെയൊക്കെ. അത്രയും ഇന്നത്തേക്കാൾ കൂടുതൽ അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു എല്ലാം. അതെന്ന് ഞാൻ ചേച്ചി ഇപ്പൊ ഏകദേശം ഒരു 10 വർഷത്തോളം ഗ്യാപ്പ് എടുത്തിട്ടില്ലേ സിനിമയിൽ അഭിനയിക്കാതെ? ഈ ഒരു 10 വർഷം കാലയളവിൽ ബൈച്ചേട്ടാ നമ്മൾ കണ്ടുപോയ കുറെ സിനിമകളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ ഇത്രയും പരിചയം കൂടെ ഉള്ള സ്ഥിതിക്ക് ചേട്ടൻ ഏതെങ്കിലും ഒരു സിനിമ കണ്ടപ്പോ തോന്നിയിട്ടുണ്ടോ ഇത് വാണി ചെയ്തിരുന്നെങ്കിൽ? ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. വാണി എന്ത് 10 വർഷം മാറി നിന്നേന്ന് എനിക്കറിയില്ല, ഞാൻ അതിന്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല. ആ ടൈമിലൊക്കെ വാണിക്ക് ചെയ്യാവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ, അന്ന് വാണിക്ക് ഒരുപാട് അങ്ങനെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് അന്ന് വർഷങ്ങൾ, നമ്മൾ 20 വർഷമായെന്ന് തോന്നണം, 20 വർഷം ആയെന്ന് തോന്നണം. അങ്ങനെ അതിനുശേഷമൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനിയും ചെയ്യാം. ഇനിയും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ആ പ്രേക്ഷകരുടെ മുമ്പിൽ വാണിക്കുള്ള ആ ഒരു സീറ്റ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ആ സീറ്റ് അതിന് പകരം വയ്ക്കാൻ ഒരാൾ എനിക്ക് തോന്നുന്നില്ല. വാണിക്ക് പകരം ആ ഒരു ക്യാരക്ടറിന് പകരം വേറെ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഈ കൂടോത്രത്തിനകത്തൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഉണ്ട്. അപ്പം നമ്മൾ അതൊരു ലേഡി ക്യാരക്ടർ അത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ, അപ്പോൾ വാണി അന്നിപ്പോൾ ഈ റൈഫിൾ ക്ലബിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഞാൻ പിന്നെ ബാബുരാജിനെ വിളിച്ചു. ബാബുരാജും അന്ന് വേറെ പടമായിട്ട് ലാസ്റ്റ് മൂമെൻറ്റിൽ അമ്മയുടെ ലാലേട്ടനായിട്ടുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് മാറി. പിന്നെ അതിനുശേഷം വേറെ ഒരു ആർട്ടിസ്റ്റ് വന്നു ചെയ്യും. അപ്പോൾ ഇപ്പോഴും വാണിക്ക് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാം. ഇപ്പോഴാണ് നല്ല ഇടി കൊടുക്കേണ്ട ക്യാരക്ടേഴ്സ് ചെയ്യേണ്ട സമയം. ഇതാണ് റൈറ്റ് ടൈം വാണി. അന്നത്തെ ഇത്രയും ക്രൈമും പ്രശ്നങ്ങളൊന്നും അല്ലേ. ഇപ്പൊ നല്ല എന്താ പറയാ, ഞാനൊരു വെബ് സീരീസ് ചെയ്തു, ഒരു എപ്പിസോഡ് ഞാൻ അത് കൊടുത്തു. അതിനകത്ത് ആൻ ഐഡിയൽ വുമൺഹുഡ് എന്നാണ്, സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നേരിടുന്ന 4 ഫൈറ്റേഴ്സ് ആണ് ലേഡീസ് ക്യാരക്ടർ, ഡിഫറെന്റ്. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ അപ്രൂവലായി ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ. ഞാൻ അത് പേര് പറയുന്നില്ല, ബാക്കിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് പ്രതികരിക്കണം. അതാണ് എൻ്റെ ഇപ്പോൾ കൂടോത്രത്തിനകത്തും 2 ക്യാരക്ടേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, 2 പെൺകുട്ടികളുടെ ക്യാരക്ടേഴ്സ്. അങ്ങനെ ഇന്നത്തെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്ന 2 ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ വാണിക്ക് ഇപ്പൊ സിനിമയിലും അല്ലാണ്ടുള്ള ഇപ്പോഴത്തെ റൈറ്റ് ടൈമിൽ നല്ല മെസ്സേജുകൾ കൊടുക്കണം. ഇപ്പോ വേടൻ എന്ന് പറയുന്ന വേടന്റെ കുറെ ഇത്രയും ഫാൻസും ഇത്രയും പിള്ളേരും ഒക്കെ എത്ര പേരാണ്. എനിക്കൊന്നൊരു ഒരു ആർട്ടിസ്റ്റിനേക്കാൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറേക്കാൾ കൂടുതൽ ഓഡിയൻസ് അല്ലെങ്കിൽ കാണികൾ ഇന്ന് അവന്റെ ഷോയ്ക്ക് പോകുന്ന, ഇന്ന് നടക്കുന്ന റൈറ്റ് ഇഷ്യൂ അവൻ പേടിയില്ലാതെ പറയുന്നു. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ വാണീനെ പോലുള്ളവർ സംസാരിച്ച് ഇന്നത്തെ കുറേ പ്രശ്നങ്ങൾക്ക് കുറേ ഒരു അറുതി വരും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യേണ്ടതാണ്. വേറെ ഒന്നുമില്ല. എന്തായാലും സന്തോഷം. ഒരുപാട് സിനിമകൾ പറഞ്ഞപ്പോ ചേട്ടൻ ആ ഒരു തിരക്കിൽ ഇരുന്നപ്പോഴാണെങ്കിലും ചേട്ടന് ഒരു പക്ഷെ അയ്യോ ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞ് മാറ്റിവിടായിരുന്നു. പക്ഷെ വാണി ചേച്ചിയോടുള്ള സ്നേഹം അതുകൊണ്ട് ചേട്ടൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഇവരായിട്ടുള്ള വേറെ, ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിന് ശേഷം ഇവരുണ്ട്, എൻ്റെ എത്രയോ മില്യൺസ് അത് കണ്ടു. എന്നെ ചില അറിയാത്ത ആൾക്കാർ പോലും ലോകത്തുള്ള എല്ലാവരെയും അറിയിച്ച ഒരു ടീമാണ് ഇവര്. അപ്പൊ അതും എനിക്കൊരു വളരെ ഇതുണ്ടായിരുന്നു. എനിക്ക് ഇതിനകത്ത് എന്തായാലും വരണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ സന്തോഷം. ഒരുപാട് ഇനിയും അടിപൊളി ക്യാരക്ടേഴ്സ് വരണം, നല്ല മെസ്സേജുകൾ കൊടുക്കണം, മാറി
മാറി നിൽക്കാൻ പാടില്ല 10 വർഷം അതെ ഇനി ചേച്ചി മാറി നിൽക്കൂല, ചേച്ചി ഉണ്ടാവും. മാറി ഞാൻ നിൽക്കുന്നില്ല. ഇവിടെ തന്നെ ഉണ്ട് അല്ലേ ചേച്ചി? പക്ഷെ എന്താണ് അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാല് മാറി നിന്നതല്ലേ? പണ്ടത്തേക്കാളും വീണ്ടും സുന്ദരിയായി വന്ന താങ്ക് യു. അതിന്റെ രഹസ്യം അന്ന് കാണുന്നതിനേക്കാൾ സുന്ദരിയായിട്ട് ഇരിക്കുന്നു. ഓക്കെ ഓക്കെ. അതിന്റെ പിന്നിലത്തെ രഹസ്യം 2 കുട്ടികളും ബാബു ചേട്ടനും. ബാബു ചേട്ടനോ? Okay, ശരി ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഫോട്ടോ എടുക്കാം. ഇനി നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചേച്ചിയുടെ വലിയൊരു ആരാധികയുണ്ട്. ആരാധിക വന്നിട്ടുണ്ട്, പക്ഷെ അതിന് തൊട്ട് മുമ്പേ ആരാണെന്നതൊക്കെ അവരുടെ ഒരു പ്രൊഫൈൽ വീഡിയോ ഉണ്ട്. ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. പേര് പൊന്നി. ആ പൊന്നി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് പൊന്നി. നമസ്കാരം. 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 വരൂ പൊന്നി, ഇരിക്കും. താങ്ക് യു. എന്താണ് വാണി ചേച്ചിനെ ഇത്ര ഇഷ്ടം? വാണി ചേച്ചിയുടെ കുറേ ഇതുപോലത്തെ സിനിമയിലെ പല സീനുകളും റീൽസ് ഒക്കെ ആയിട്ടൊക്കെ പൊന്നി ചെയ്യാറുണ്ട്. എന്താണ് ഇത്ര ഇഷ്ടം വാണി ചേച്ചിയോട്? പോലീസ് വേഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം വാണി മാമിന്റെ ഒരുപാട് ഫിലിംസും കാര്യങ്ങളും ഞാൻ കാണാറുള്ളതാണ്. പക്ഷെ പോലീസ് വേഷമാണെങ്കിൽ ഞാൻ എടുത്തെടുത്ത് ഞാൻ കാണാറുള്ളത്. ട്രൂത്ത്, കിങ്, അതുപോലെ ഉസ്താദ്, അങ്ങനെയുള്ള എല്ലാത്തരം ഫിലിംസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി മാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് മനർമത്തായി സ്പീക്കിംഗ് മീരയാണ്. ആ ഒരു സോങ് എന്ന് പറയുന്നത് മച്ചാനേവ എന്നുള്ള സോങ് ഞാൻ ടിക്ടോക്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലും അത്യാവശ്യം നല്ലൊരു ഫോളോവേഴ്സിന്റെ ഒരു ടൈമിൽ നിൽക്കുമ്പോഴാണ് ബാനായി പോയത്. അപ്പം അതിലും ഞാൻ ഈ സെയിം റീല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള, മീൻസ് മാമിന്റെ ആ കോസ്റ്റ്യൂമും സെയിം ഹെയർ സ്റ്റൈലും ഒക്കെ തന്നെ ഞാൻ അതിൽ മീൻസ് നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഞാൻ അതേപോലെ തന്നെ ക്യാരക്ടർ ആയി മാറി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുള്ളൊരു സംഭവം തന്നെ. അപ്പം സെയിം തന്നെ ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് തന്നെ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ ഞാൻ വീണ്ടും എടുത്തിട്ട് ചെയ്തപ്പോൾ അവിടെ എനിക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് പേഴ്സണലി ഈ പോലീസ് സ്റ്റേഷനുകളോട് വളരെയധികം ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് മാമിനെ വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആക്ടിങ് എനിക്ക് കാണാൻ സാധിച്ചില്ല. ഒരുപാട് ചേച്ചി പുറത്തേക്ക് ഇറങ്ങാറില്ല. പുറലോകത്തിലുള്ള ആൾക്കാരുടെ ചേച്ചിയോടുള്ള സ്നേഹം എന്താണെന്ന് ചേച്ചി അധികം ഒന്നും അറിഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അറിയിക്കുന്നത്. നോക്കൂ, ഇവരൊക്കെ ഇവരുടെ റീൽസ് ഇവരെ ഇത്രത്തോളം പോപ്പുലർ ആക്കിയിരിക്കുന്നത് ഇവര് ചേച്ചിനെ ഇനാക്ട് ചെയ്തിട്ടാണ്. അപ്പൊ അവർക്ക് ചേച്ചിയോടുള്ള ഇഷ്ടം നോക്കൂ. അങ്ങനെയാണ് ഞാനൊരു ചാലഞ്ച്. ഇപ്പൊ ചേച്ചി റിയൽ വാണി വിശ്വനാഥ് ഇവിടെ ഇരിക്കുകയാണ്. ഈ വാണി ചേച്ചി ഇവിടെ ഇരുത്തിക്കൊണ്ട് പെട്ടെന്ന് ഞാനൊരു ടാസ്ക് തന്നാൽ വാണി ചേച്ചിയുടെ ഏതെങ്കിലും ഒരു സീക്വൻസ് ഇവിടെ നിന്ന് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? ശ്രമിക്കാം. ഓക്കെ, ഏതായിരിക്കും? ഇത് തന്നെ ചെയ്താലും മതിയോ? ഈ പാട്ടിന്റെ തന്നെ ചെയ്താൽ ഓക്കെ, അത് ചെയ്യാൻ പറ്റുമോ അല്ലേ? ഓക്കെ, പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുമോ? പാട്ട് പ്ലേ ചെയ്യാം. അതില് ഞാൻ പ്രോപ്പർട്ടിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കയ്യിലൊക്കെ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് അതിന് പോസിബിൾ അല്ലാത്തോണ്ട് ഞാൻ ജസ്റ്റ് എണീറ്റ് നിന്ന് ചെയ്യാമോ? കുഴപ്പമില്ല. ഓക്കെ. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞ റിയൽ വാണി വിശ്വനാഥ്. ഇത്രയും വാണി ചേച്ചീനെ അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് വാണി ചേച്ചിയുടെ ഓരോ സീക്വൻസും ചെയ്യുമ്പോഴും ചേച്ചിയുടെ ആ ഒരു മാനറിസംസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ റിയൽ ലൈഫിൽ ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ടോ? അത് എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ വാണി വിശ്വനാഥാണ് എന്നൊരു തോന്നലൊക്കെ വരാറുണ്ടോ? എന്റെ അച്ഛനെ ഞാനൊരു പോലീസ് ആവണമെന്നായിരുന്നു ആഗ്രഹം. നിർഭാഗ്യവശാലായില്ല. കാരണം എനിക്ക് ഹൈറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആർട്സ് ആൻഡ് സ്പോർട്സിൽ എല്ലാത്തിലും പങ്കെടുക്കുന്ന ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങൾ 3 പേരും
ആർട്സ് ആൻഡ് സ്പോർട്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ എനിക്കാണ് ഏറ്റവും കൂടുതൽ മക്കളിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ആൾ ഞാൻ. സോ എന്നെ പോലീസ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ +2 പഠിക്കുമ്പോഴാണ് നമ്മൾ മോഡലിംഗ് ഫീൽഡിലേക്ക് തിരിഞ്ഞതും. അങ്ങനെ സിനിമയിലൊക്കെ ഒരു പോലീസ് ഓഫീസറുകൾ വരട്ടെ അതുപോലെ. സാധിക്കുമെന്ന് തോന്നുന്നില്ല. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. ആ ഒരു അതുകൊണ്ടൊന്നും ഒരു തടസ്സവും ഇല്ല. അതൊരു കാര്യവും തടസ്സമായിട്ട് പറയരുത്. നമ്മൾ പിന്നെ കൂടുതൽ അവരെ ശ്രദ്ധിക്കുന്നു. ഞാൻ എപ്പോഴും അതായിരുന്നു ഞാൻ വരാഞ്ഞതെന്നല്ല പറയുന്നത്. ആ സന്തോഷം കൂടുതൽ ആഗ്രഹിച്ചു. സിനിമയേക്കാൾ കൂടുതൽ സന്തോഷം അതിന് തന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു തടസ്സമായത് കൊണ്ടാണ് ഞാൻ വരാഞ്ഞതെന്ന് ഒരിക്കലും. അപ്പൊ അത് ഒരിക്കലും പറയരുത്. 14 വർഷമായി ഇപ്പൊ വീട്ടമ്മയായിട്ട് നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങനെ പോകുന്നു. യൂട്യൂബൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കൂടെ പോകുന്നു. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. ഞാനിപ്പോ ശരിക്കും പറഞ്ഞ ഒരു വീട്ടമ്മ തന്നെയാണ്. അതിന്റെ ഇടയിൽ കണ്ടെത്തുന്ന സന്തോഷങ്ങളാണ് ഇതെല്ലാം. ഒരു പോലീസ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ ചെയ്യും. ചേച്ചി ഇന്റർവ്യൂ അധികം കൊടുക്കാത്ത ഒരാളായിരുന്നു. അതൊരു വേറിട്ടൊരു അനുഭവമാക്കി മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്നോട് ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ഇതുപോലെ എത്രയോ പേരുണ്ട് ചേച്ചിനെ. ഒരുപാട് ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റുകളെയും കണ്ടു, ഒരുപാട് പേര് ഫോണിൽ സംസാരിച്ചു. ഇതിലൊക്കെ എനിക്ക് കൂടുതൽ സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്. അതാണ് ചേച്ചി പുറത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഇതുപോലെ എത്രയോ പേരെ ചേച്ചി അധികം എല്ലാരും വന്ന് കണ്ടേനെ. ഓക്കെ, അടുത്ത റാപ്പിഡ് ഫയറിലേക്ക് പോകുന്നു കേട്ടോ. കരിയറിൽ എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അല്ല. പക്ഷെ ചേച്ചി, ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു നടിയുടെ അവസരം ചേച്ചി നഷ്ടപ്പെടുത്തിയിട്ട് ചേച്ചി അവിടെ ആ ആൾക്ക് പകരം വന്നു എന്നുള്ളൊരു കാര്യം. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ആളുടെ അവസരം ചേച്ചിയായിട്ട് അവിടെ കളയായിരുന്നു. ഞാനോ? സ്വപ്നത്തിൽ പോലും നടക്കാത്തൊരു സംഭവം. സത്യത്തിലാണ്. അവരൊന്നു മാറിയപ്പോഴത്തേക്ക് അവരുടെ സ്ഥാനം ചേച്ചി അങ്ങ് പോയി കൈയെടുത്തു. കൈകേറി അങ്ങനെ പറയില്ലേ? ആരാ നടൻ? നടനല്ല, ഞാൻ നടിയെ കുറിച്ച് വേറൊരു നടി പറയൂ. ആരാ? ഞാൻ പറയില്ല ചേച്ചിക്ക്. എനിക്ക് ഓർമ്മ ഇല്ല. അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല. വേറൊരാളുടെ അവരായിട്ട് മാറ്റി ഞാൻ അത് ഞാൻ അഭിനയിച്ചു ഉണ്ട്. ആ ആള് ഒന്നൊന്ന് വഴിമാറിപ്പോയപ്പോഴത്തേക്ക് സത്യമാണ് ചേച്ചി. ചേച്ചിക്ക് ഓർമ്മ വരുന്നില്ല? എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരും. എന്നാ ഞാൻ ഇനി എന്ത് ക്ലൂ തന്നാലും ആ നടി ഞാൻ തന്നെയാ. ഞാൻ തന്നെ. പിന്നെ എന്റെ റോള് കളഞ്ഞിട്ടില്ല അങ്ങോട്ട് കയറി വന്നത്. അഭിനയിച്ചോണ്ടിരുന്നപ്പോ ഒന്ന് സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോയ സമയത്ത് ആ ക്യാരക്ടർ ചെയ്തു. ഇരിക്കൂ ചേച്ചി, ഇരിക്കൂ. ഞാൻ ആ കഥാപാത്രത്തെയാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ചേച്ചി ചെയ്യില്ല. നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതാണ് ഞാൻ ആലോചിച്ചത്. എന്തോ ഒരു കൊണക്ഷനാണ് ഒപ്പിക്കാൻ പോകുന്നത് തോന്നിയില്ലേ? ഒട്ടും തോന്നിയില്ലേ? അല്ല, ഞാൻ സംസാരിച്ചപ്പോ ഒട്ടും കത്തിയിട്ടില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ആ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഓർമ്മകൾ ഒക്കെ ഒന്ന് പറയും. അതിന് ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ല. അപ്പം പക്ഷെ ഞങ്ങൾ സെറ്റില് കണ്ടിരുന്നു. അന്ന് എന്താന്ന് വെച്ചാ കന്നഡയിലൊക്കെ നിൽക്കുന്ന വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരു ഹരമായിട്ട് വന്നിങ്ങനെ ഇറങ്ങണേയാണല്ലോ. അപ്പം ഞാനതില് നാടകനടി ശകുന്തള എന്നൊരു ക്യാരക്ടർ ചെയ്ത് സിനിമയിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഭയങ്കര എൻട്രി ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മറ്റേ പഴയ മേക്കപ്പ് ബോക്സ് ഒക്കെ പിടിച്ച ആള് നല്ല ഇത്ര മൂന്ന ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പൊ അത് ഞാൻ ഷൂട്ടിംഗ് സമയത്ത് കാണണ്ടായിരുന്നു. അപ്പൊ അത് കാണുമ്പോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ് നമ്മൾക്ക്. പിന്നെ ആ പുരുഷന്മാരുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നല്ല ഹരമായിട്ട് വാണി വിശ്വനാഥ് ഇങ്ങനെ ഇറങ്ങിയ ഇത് ആരാണിത്? മലയാളത്തിൽ നമ്മൾ കാണാത്തൊരു മുഖമല്ലേ? കാരണം മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ കണ്ട്. അപ്പൊ ഇത് ഒരു പുതിയൊരാള് വരുമ്പോ അതും എനിക്ക് പകരം ഒരു നാടകനടി വന്ന അത് പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നല്ല ക്യാരക്ടറാണ് എന്റേത്. ഞങ്ങൾ പിന്നെ പല പടങ്ങളും പിന്നെ അഭിനയിച്ചു കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പൊ അമ്മ അസോസിയേഷൻ അങ്ങനെ ആ ഒരു വാണി ചേച്ചിയുടെ ഒരു ലാൻഡിങ്ങിനെ കുറിച്ച് ഇത്രയും എലാബറേറ്റ് ചെയ്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ? എന്നിട്ട് വാണി ചേച്ചി ഫസ്റ്റ് സീനൊക്കെ ചെയ്യുമ്പോ അപ്പം പ്രേം ചേച്ചി ഇങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ടും നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ?
അതെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയല്ലോ. അന്നെന്ന് പറയണേ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കണ്ട് സ്ക്രീനിന്റെ മുമ്പിൽ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു അവസ്ഥയല്ലല്ലോ. ഡയറക്ടർ ആക്ഷൻ പറയുന്നത്. അപ്പം വന്ന ഒരാള് പുറത്തൊരു ഭാഷയിൽ നിന്ന് വന്ന് ചെയ്യാനാണ്. മലയാളി ആണെങ്കിലും വാണി പുറത്തുനിന്ന് വന്ന് ആദ്യമായിട്ടൊരു മലയാള പടം ചെയ്യുന്നതാണ് മാന്നാർ മത്തായി സ്പീക്കിംഗ്. അപ്പൊ പുതിയ ആള് വന്നതിന്റെ ഒരു ത്രില്ല് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അതൊരു ആ പടത്തിന്റെ ഒരു വിജയം തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മാന്നാർ മത്തായിലെ വാണി ഞാൻ പറയും. കാരണം ആ മച്ചാനവാന്നുള്ള പാട്ടൊക്കെ എന്ത് അസലായിട്ട് ചെയ്തിരിക്കണല്ലേ. അതിനിടയിൽ ശാന്തി മാസ്റ്റർ ആയിരുന്നല്ലോ ഓടിന്റെ മേളിൽ കേറാൻ പറഞ്ഞിട്ട് ചേച്ചി കേറിയിട്ട് എന്നോട് പറഞ്ഞ ഒരു ഓടിന്റെ മേലെ ഞാൻ കയറണം. എന്നിട്ട് എന്നോട് ഇറങ്ങിയതിന് ശേഷം ശാന്തി മാസ്റ്റർ ഭയങ്കര ബ്രേവ് തന്നെ, ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരുപാട് ഭയങ്കര എന്താ പറയാ, എനിക്ക് തമിഴാണ് വരുന്നത് പാരാട്ട്. റിസ്ക് എടുക്കാൻ തയ്യാറായ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് കിണറിന്റെ മോളിൽ കയറിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ശ്രദ്ധിച്ചറിയാം. മിക്ക സീൻസുകളും അങ്ങനെയാണല്ലോ മാന്നാർ മത്തായി. അങ്ങനെ ഒരു നാടകം അങ്ങനെ തുടങ്ങി. അവിടുന്ന് ഏതൊരു പ്രത്യേകിച്ചും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലാണ് ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം. ചേച്ചിക്ക് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റോട് കൂടി ചേച്ചി അതെല്ലാം ചെയ്യും. അന്നത്തെ ഈ ഓടിന്റെ പുറത്ത് കയറിയിട്ടുള്ള സീക്വൻസ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും. എന്നിട്ട് എന്നോട് സിദ്ദിഖ് സാർ പറഞ്ഞു, വാണിയെ ഞങ്ങൾ പേടിപ്പിച്ചില്ല, പക്ഷെ വാണി ആ ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് കാണാം ഒരു ഓട് പൊട്ടുന്നുണ്ട് ആ കാല് വെച്ചിട്ട്. മുകേഷ് വരെ കേറി വരുന്നത് ഇങ്ങനെ പതുങ്ങിയിട്ടാ വരുന്നത്. ഞാൻ നിന്നിട്ടാണ് കളിക്കുന്നത് ആ ഡാൻസ്. അപ്പൊ അതിന്റെ ഓട് പൊട്ടുന്നുണ്ട്. ഭാഗ്യം നേരെ കളറിനടി പോയ എന്നാലും വിട്ടില്ല. എല്ലാ സീനും അതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതിപ്പോ പ്രേം ചേച്ചി പറഞ്ഞ പോലെ തന്നെ മാന്നാർ മത്തായിലെ ചേച്ചി ചെയ്തൊരു ക്യാരക്ടർ അത് ശരിക്കും ഒരു ശരിക്കും പറഞ്ഞ പടം തുടങ്ങുന്നിട്ട് എന്നോട് സിദ്ദിഖ് സാർ പാട്ടിന്നാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. എന്റെ ഒരു പാട്ടിന്നാണ് ആ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേ പാൽസരണികളിൽ അതിൽ എന്റെ ഒരു കുറച്ച് വാളെടുത്തും ഇതൊക്കെ കറക്കിയ ഒരു ഡാൻസിനുണ്ട്. സത്യം പറഞ്ഞാൽ ഡാൻസിന്റെ ABCD അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ കലാമണ്ഡലം സുന്ദരി ടീച്ചർ ആശയുടെ അമ്മയടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. പക്ഷെ ആ സീനിൽ സിദ്ദിഖ് സാർ, എനിക്ക് സിദ്ദിഖ് സാറിന് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് ആകെ എൻ്റെ ഫീൽഡിൽ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഉള്ള ഒരു ഡയറക്ടറാണ് ഞാൻ മരിച്ചിട്ട് കാണാൻ വരാത്തത് എനിക്ക് സങ്കടമുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കണോ എന്നുള്ളൊരു ചിന്ത കാണാതെ ആകുമ്പോൾ എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ കാണാൻ വരാഞ്ഞതും. അല്ലെ, നമ്മൾ അത്രയും നന്നായിട്ട് ആ പാട്ട് സിദ്ദിഖ് സാർ ഇത്രേ പറയുള്ളൂ, പ്രിയങ്ക ആ പാട്ട് ഫുള്ള് പഠിച്ച് ഈ ഡാൻസ് ഇവിടെ നിർത്തിട്ടേ പോകുള്ളൂ. കാരണം ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് നമുക്ക് ആ ഫിലിം കറങ്ങണ സൗണ്ട് കേൾക്കാം. വേസ്റ്റ് ആവുമ്പോ ഫിലിം വേസ്റ്റ് ആവുമ്പോ മാണിസിക്കുക. അപ്പോഴാണ് പ്രൊഡ്യൂസർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്റെ വിചാരം ദൈവം ഇങ്ങനെ പറഞ്ഞോളൂ പല ഷോട്ടുകളിലും ചിരിച്ചിട്ട് ഒരുപാട് അങ്ങനെ ചേച്ചിക്ക് വഴക്കം കിട്ടി. കാരണം ഇന്നസെന്റ് ഏട്ടൻ ഇവർക്ക് കൗണ്ടറിന്റെ ആശ വരല്ലേ. എന്ത് പറയുമ്പോഴും സീനിൽ കൗണ്ടർ കാണുന്ന നമ്മൾ ഇത്രയും ചിരിക്കുമ്പോ സെറ്റിൽ അഭിനയിക്കുന്നത്. അവിടെ ഒരു കോമഡി നടന്നു. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ആര് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻ നടക്കാറ്. ഞാനൊക്കെ ഒന്ന് അഭിനയിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരിയുടെ ക്യാരക്ടറിന് ആരാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇവരൊക്കെ ആലോചിക്കുന്നു നോക്കി പെട്ടെന്ന് ഇന്നസെന്റ് വാണി പറയുന്നു ശോഭനയെ ഇടാനോ. കാരണം ഇവര് ചിരിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയും. അല്ല, എനിക്ക് ഇന്നച്ചനും വേണിച്ചേട്ടനും കൂടി ഉള്ളത് കൊണ്ടാണ് വെങ്കലം കണ്ടപ്പോ ഞാൻ അതിൽ നടത്തറ കനകം എന്ന് പറഞ്ഞ ഒരു നാടക ക്യാരക്ടർ മനോജ് കെ ജയൻ ഞാനും കൂടി അത് ചെയ്തിട്ടുണ്ട്. ഒരു ഡാൻസും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എന്നിലേക്ക് ആ നടനടി വന്നത്. അപ്പൊ ഓൾറെഡി വിയറ്റ്നാം കോളനി സിദ്ദിഖ് സാറിന്റെ പടത്തിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇങ്ങനെ വന്നു കിട്ടിയ ഒരു നല്ല എന്റെ ജീവിതത്തിൽ ഇപ്പോഴും പിത്തക്കാളിന്ന് വിളിക്കുന്നതും നടനടി ശകുന്തള ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടർ രണ്ടാമത്തെ പാട്ടെടുത്തപ്പോഴും ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ മാന്നാർ മത്തായി പോലെ ഒന്നും അത് അത്രയും കൂടി കയറി വന്നില്ല. ആ പാട്ട് ഞാൻ ഒരുപാട് റിസ്ക് എടുത്തു. എനിക്ക് ഡാൻസ് അറിയില്ല. പക്ഷെ പടം കണ്ടിട്ട് ഞാനേ ഇരുന്ന് കയറി ഇത് ഞാൻ തന്നെയോ പാട്ടൊന്ന് പാടാ ചേച്ചി. അയ്യോ എന്റെ അമ്മേ, ഒരുപാടുണ്ട്. വഴിമറന്ന് കുഴിയിൽ വീണ് പിടയും കരലെടുത്ത് കലങ്ക ചിലങ്ക പണിയും അങ്ങനെ ഒത്തിരി കയ്യും ചലിക്കണം തലയും കറക്കണം എല്ലാം കൂടി ആയപ്പോ ഞാൻ ചോദിച്ചു ഇത് എന്നെ കൊണ്ട് പറ്റുമോ. അവര് ഞാൻ അവസാനം നേരെ സ്റ്റേജിന്റെ പുറകെ ചെന്നിട്ട് എന്റെ പണിമല മുരുക ഈ പാട്ട് എന്നെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യിച്ചു ഞാൻ ചവിട്ടി മല കയറിക്കോളാം. സത്യം ഞാൻ പ്രാർത്ഥിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞു പ്രിയങ്ക ഒരു കാര്യം ചെയ്യേ. ഞാനിപ്പോ ആ ഡയറക്ടറുടെ പേര് പറയുന്നില്ല കേട്ടോ, അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു പാട്ട് തുടങ്ങുന്നതിന് 1 2 3 4 5 6 പറഞ്ഞ് ഇങ്ങനെ നിന്നാ മതി എന്ന്. ഞാനും അതേപോലെ ചെയ്തു. പാട്ട് തീരുന്നവരെ പറഞ്ഞു 1 2 3 4 5 6 സാറ് വിളിച്ചു പാട്ട് പാടിയായിരുന്നോ. ഞാൻ ഇങ്ങോട്ട് വാ ആ പാട്ടൊന്ന് പാടിക്കേ. ഇവിടുന്ന് പാടാൻ എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് പാട്ട് പാടാൻ പറ്റും. അവസാനം എന്തോ ഭാഗ്യത്തിന് ആ പാട്ട് കണ്ടാൽ നിങ്ങൾക്ക് പടത്തിൽ കണ്ടിട്ടുണ്ടാവും.
അത്ര പെർഫെക്റ്റ് ആയിട്ട് ആനന്ദകുട്ടൻ ചേട്ടനായിരുന്നു ക്യാമറ. അതെനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ്. എല്ലാവരും വെച്ചാൽ അപ്പം ഓൾറെഡി നമ്മുടെ ശോഭന ചേച്ചി മറ്റേ മണിച്ചിത്രത്താഴിലെ മറ്റോ ഡാൻസും ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വാളെടുത്തിട്ടുള്ള ഈ കലാശം കാണിക്കുന്നത്. ശോഭനയ്ക്ക് പഠിക്കുന്ന പോലെ എന്നെ കൊണ്ട് അറിയാൻ പാടാത്ത കാര്യം ഞാൻ ചെയ്തു. പക്ഷേ പിന്നെ പ്രിയങ്കയുടെ ആ സീനിലാണ് എന്റെ ടൈറ്റിൽ എഴുതി അല്ലേ? അതെ അതെ അതെ, വാണി വിശ്വനാഥ് ഞങ്ങൾ പുതുമുഖ നായിക എന്ന് പറഞ്ഞിട്ട് നല്ല രാശിയുള്ള. അതെ, നല്ല രാശിയുള്ള. എന്തായാലും അതിലാണെങ്കിലും പ്രിയങ്ക ചേച്ചിക്ക് വേറെ ഓഫർ വന്നു, വേറെ സിനിമയിലേക്ക് ഓഫർ വന്നു പോയത് കൊണ്ടാണ് ശകുന്തളയായിട്ട് പുതിയ ശകുന്തള ലാൻഡ് ചെയ്തത്. ഇപ്പോൾ ഞാൻ അതിന് വിഷമിക്കുന്നു. ഈ തരുണത്തിൽ ഞാൻ സോറി പറയും. എനിക്ക് മീര സോറി പറയും. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആ സിനിമയിലേക്ക് പോയതുപോലെ തന്നെ എനിക്ക് മാനാർമത്തായി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല. മാനാർമത്തായി കഴിഞ്ഞ് സിനിമയിൽ പോയില്ലേ? ഞങ്ങൾ നാടകം. എനിക്കതല്ല, എനിക്ക് തിരിഞ്ഞു നോക്കാതെ ഇഷ്ടം പോലെ സിനിമ കിട്ടിയല്ലോ. നാടകം പോയില്ലെന്താ? അത് ഞാനല്ല കാരണം. അതെ അതെ, അപ്പൊ അങ്ങോട്ടല്ലേ ഞാൻ അവിടെ വന്ന് കയറിയതുകൊണ്ട് ഞാൻ പുറത്തു പോയി. എനിക്ക് ഇഷ്ടം പോലെ സിനിമയായി. പക്ഷെ ആ മാനാർമത്തായി സത്യം പറഞ്ഞ എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് പടങ്ങള് പിന്നെ കണക്ഷൻ ഇങ്ങനെ വന്നു തുടങ്ങിയത്. പിന്നെ എല്ലാരും കൂടി എന്നെ കൊണ്ട് കോമഡിയിലേക്ക് ഇട്ടു. അങ്ങനെ കോമഡി. പിന്നെ അതിനുശേഷം നിങ്ങൾ പിന്നീട് കാണാറുണ്ടായിരുന്നോ? അങ്ങനെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ അല്ലേ, അമ്മയുടെ ഫംഗ്ഷനോ. പിന്നെ നമ്മള് കരുമാടി വാസന്തി ലക്ഷ്മി അതിലാണ് ഞങ്ങൾ പിന്നെ അതിലാണ് നല്ല ക്യാരക്ടർ അല്ലായിരുന്നു. അതെ അതെ, മണിച്ചേട്ടനായിട്ടുള്ള പടം. പിന്നെ ഞാൻ വാശി ചെയ്യാറുണ്ട്, എപ്പോഴും കാണുമ്പോ ഇങ്ങനെ വിചാരിക്കും നമ്മളെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ. കാരണം ബോൾഡ് ആണല്ലോ, ഞാൻ എപ്പോഴും ബോൾഡ് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് എതിരാളൊരു ബോൾഡ് ആയിടുമ്പോ നമ്മൾ അത് നോക്കും. അപ്പൊ വാണിചേച്ചിയിൽ നിന്നും എല്ലാരും ആദ്യം പഠിക്കുന്നതും എല്ലാരും ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ അത് തന്നെയാവും അല്ലെ? വാണിചേച്ചിനെ പോലെ കുറച്ചും കൂടെ കേപ്പബിൾ ആവണം, കുറച്ച് ബോൾഡ് ആവണം അല്ലെ? ലേഡീസ് എപ്പോഴും അങ്ങനെ ആവണം, ആയേ പറ്റൂ. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ജീവിക്കാൻ ഇപ്പൊ പറ്റൂല. നമ്മൾ ഇപ്പൊ എന്ത് സമയമാണ് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുക എന്നുള്ളൊരു നമുക്ക് ഉണ്ടാവണം. എനിക്കിപ്പോ അത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു നമ്മൾ കാണുന്ന എത്രയും സെലിബ്രിറ്റീസിന് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും സാധാരണക്കാരെ. എന്തായാലും താങ്ക് യു പ്രിയങ്ക ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു എൻട്രി, ഇങ്ങനൊരു സമയത്തിൽ എന്റെ വാണിക്കുട്ടിയുടെ കൂടെ എനിക്ക് കാണാൻ പറ്റി, ഇതുപോലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചല്ലോ. എനിക്ക് വളരെ സന്തോഷം. എന്തായാലും ഒരു കാര്യം കൂടെ, മലയാളത്തില് ഇനിയും ശക്തമായ ക്യാരക്ടർ ചെയ്തിട്ട് നമ്മുടെ ഫീൽഡിൽ നിൽക്കണം, വന്നിരിക്കും. എല്ലാരും ഇത് തന്നെയാ പറയുന്നത്. കാരണം എന്താ അറിയോ, വന്നാൽ ഗുണമുള്ളവരെ നമ്മൾ കൂടുതൽ ഇൻവൈറ്റ് ചെയ്യും. വരണം എന്നാണ്. കാരണം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് വാണിക്ക്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം ഞാൻ പ്രാർത്ഥിക്കും. നമുക്ക് ഇനിയും കാണാം. ഈ അടുത്ത പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആവട്ടെ. നമുക്കൊരു ഫോട്ടോ എടുക്കാം ചേച്ചി, ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ട് മച്ചാനെ വായന്റെ മച്ചാനെ വാ. അത് സാരി ഉടുത്ത് ചേച്ചി ചെയ്ത ഒരു സീക്വൻസ് ശരിക്കും എന്താ പറയാ, ഒരു പ്രത്യേക തന്നെ ഒരു ഫീല് തന്നു, നല്ലൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു സീൻ തന്നെയായിരുന്നു. അതിനുശേഷം ചേച്ചിയിൽ ശ്രദ്ധിക്കപ്പെട്ട സാരി ഉടുത്ത് ചേച്ചി ചെയ്തൊരു പാട്ടുണ്ട് നന്ദലാല. അതിൽ ചേച്ചിയുടെ ഹെയർ സ്റ്റൈലും ചേച്ചിയുടെ പോലും എല്ലാവരും കാണുമ്പോ പറയുന്ന കൊച്ചുകുട്ടികൾ, ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ആണ്. ഓക്കെ, എന്നാൽ ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പേ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇപ്പൊ വാണി വിശ്വനാഥിന്റെ ചെറിയ കട്ടൊക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. നന്ദലാല അതും കൂടെ പഠിത്തത്. നന്ദലാല ആക്ച്വലി ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് കളിച്ചാണ് നന്ദലാല, ഇൻഡിപെൻഡൻസ് സിനിമ. എനിക്ക് പറഞ്ഞ സമയത്ത് എല്ലാവരുടെയും യൂത്ത് ഫെസ്റ്റിവലിന് കളിച്ചു, പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിന് കളിച്ചു. ഞാൻ എന്റെ കോളേജിൽ പഠിക്കുമ്പോൾ വരെ കളിച്ചെങ്കിൽ ആ പാട്ടിന്റെ ഒരു ശക്തി ഒന്ന് ആലോചിച്ച് വെക്കണം. അത് ആ വാണി ചേച്ചിയുടെ ഒരു പവറാണ് അത്, ആ പാട്ടിന്റെ ഉണ്ട്. പിന്നെ ഞാൻ എങ്ങനെ മുടിയൊക്കെ, എൻ്റെ മുടി ഇങ്ങനെ കുറച്ച് കേളി, ബേബി ഹെയർ ആണല്ലോ, കുറച്ച് കേളി. അപ്പൊ ഞാൻ പുള്ളിക്കാരിയെ പോലെ ഇങ്ങനെ വെട്ടിയൊക്കെ ഇട്ട്, എന്റെ വിചാരം ഞാൻ ചില സമയത്ത് അല്ല ഞാൻ അതുപോലെ അങ്ങനെ പാട്ടൊക്കെ പാട്ടി ഇങ്ങനെ 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 മുടിയൊക്കെ ഇട്ട് ചന്തം അതൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. ഇഷ്ടം കൊണ്ടാണ് അതൊക്കെ. നല്ല ഇഷ്ടം. ആ ഡാൻസ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കളിച്ചു തരാൻ പറ്റുമോ? ചേച്ചിയെ ഒരുപാട് ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ ഈ പറയുന്ന പോലെ ഈ ഡാൻസ് ഒക്കെ ഒരുപാട് ചെയ്തിരിക്കുന്ന അശ്വിനി എന്ന് പറഞ്ഞ ഒരു സീരിയൽ ആക്ടറാണത്. വാത്സല്യം എന്ന സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ജി കേരളത്തില് വാത്സല്യം എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. അശ്വിനിയും ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ,
വാണി ചേച്ചിയെ കാണുന്നത് ഇമോഷണലായി. ഓക്കെ, വാണി ചേച്ചിയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. വാണി ചേച്ചിയുടെ നന്ദലാല ഒരുപാട് തവണ വാണി ചേച്ചി ഞാൻ വാണിയാണെന്ന് വിചാരിച്ച് ഡാൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ വാണി പ്രേമം എന്ന് മുതൽ തുടങ്ങി? ഇമോഷണലായ ആള്. അല്ല, അത് ഞാൻ എന്റെ ഓർമ്മ വെച്ച നാള് മുതല് എന്താ പറയാ ഇഷ്ടമുള്ള ഒരു ഫേസ് ആണ്. അപ്പം എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ മമ്മി ഒരു നാഷണൽ അത്ലറ്റ് ആയിരുന്നു. മമ്മി ഇങ്ങനെ ബോൾഡ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പറയാ, ചേച്ചിനെ അന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് BPL TV ആണല്ലോ, ചേച്ചിനെ ഇങ്ങനെ ടിവിയിൽ കാണുമ്പോ ഒക്കെ ഞാനിങ്ങനെ പറയും, ഞാൻ മമ്മിയുടെ അടുത്ത് എനിക്ക് പുള്ളിക്കാരിയെ പോലെയൊക്കെ ആവണം, അതുപോലെയൊക്കെ ആവണം. അങ്ങനെയൊക്കെ ഞാൻ ചെറുപ്പം പോലെ മുടിയൊക്കെ വെട്ടി നടക്കുമായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഞാനും ഇൻഡസ്ട്രിയിലോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വന്നപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് അറിയാവുന്ന ആർട്ടിസ്റ്റോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ചേച്ചി കാണാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ. താങ്ക് യു സോ മച്ച്. എനിക്ക് കാണാൻ സാധിച്ചതാണ് സന്തോഷം. കാരണം ഞാൻ ഇപ്പൊ ഒരുപാട് ഞാൻ വെളിയെ വന്നിട്ട് ഒരുപാട് നാളായി. അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബാബുരാജ് സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സത്യമായിട്ടും സാറ് അക്സെപ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടൊന്നും ഇല്ല, ചേച്ചി ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിച്ചു. കണ്ടോ, ഇപ്പൊ ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടായി, FB-ലോ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ പോലത്തെ ആൾക്കാർ ചേച്ചി അടുത്തേക്ക് എത്തിപ്പെടുമായിരുന്നു. പക്ഷെ ചേച്ചിക്ക് അതുമില്ല. അതാണ് കേരളത്തിലല്ല താമസിക്കുന്നത്, ചെന്നൈയിലും പോയി നിൽക്കും. അപ്പൊ ഇവരെ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ വളരെ സന്തോഷം. ചേച്ചിയുടെ അന്ന് ഇവരൊക്കെ ഇതുകൊണ്ട് ചേച്ചിനെ കോപ്പി ചെയ്യാനും ഇനാക്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ഇവരൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചേച്ചിയുടെ ഹെയർ സ്റ്റൈൽ ആയിരുന്നു. അന്ന് അത് ഭയങ്കര ഒരു സ്റ്റൈലായിരുന്നു എല്ലാവർക്കും. വാണിയുടെ ഹെയർ സ്റ്റൈൽ പോലെ എന്റെ ഹെയർ ആക്കൂ എന്ന് പറഞ്ഞ് പലരും പല ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോ അവര് എന്റെ പുരികൊക്കെ വന്ന് നോക്കും, ഒന്ന് കാണിച്ച് ഞങ്ങളൊന്ന് നോക്കട്ടെ. കാരണം കുറെ പേര് വാണി ചേച്ചിയെ പോലെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് അത്ര. അപ്പൊ എന്നെ കണ്ടപ്പോ അവർക്ക് അതാണ് നോക്കുന്നത്. അവര് മുടി ഹെയർ സ്റ്റൈലും ഇതൊക്കെ നോക്കി അവര് അത് പഠിച്ച്. ചേച്ചി കോൺഷ്യസ് ആയിട്ട് ആ ഹെയർ സ്റ്റൈല് ഒക്കെ ഇങ്ങനെ ഒരു സ്റ്റൈൽ ചെയ്യാം എന്ന് വിചാരിച്ചാക്കിയതായിരുന്നു? ഇല്ല, എനിക്ക് ആക്ച്വലി ഈ സ്റ്റൈൽ ആക്കി തന്നത് രാധിക മാം ആണ്. ഞാൻ പൂന്തോട്ട കാവൽക്കാരൻ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ ലെങ്തി ഹെയർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഇത് ഭംഗിയില്ല, കുറച്ചുകൂടെ ഈ ഒരു അപ്പൊ സ്റ്റെപ്പ് എന്ന് പറയും, ലെയർ കട്ടിന് സ്റ്റെപ്പ് കട്ട് എന്ന് പറയാം. അപ്പൊ പുള്ളിക്കാരിയുടെ ഹെയർ ഡ്രസ്സറുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് വെട്ടി തന്നാണ്. പുള്ളിക്കാരിയാണ് ഇതിന്റെ സ്വന്തം, ഈ സ്റ്റൈലിന്റെ സ്വന്തം പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയാണ് എനിക്ക് ഈ സ്റ്റൈൽ ആക്കി തന്നത്. അവിടെ ഭയങ്കര തിക്കായിരുന്നു മുടി. അപ്പൊ ഇവരെയൊക്കെ പോകുമ്പോ ഇവര് ചെന്നിട്ട് സലൂൺ ചെന്നിട്ട് പറയാ, വാണി ചേച്ചിയുടെ ഹെയർ സ്റ്റൈൽ, വാണി വിശ്വനാഥിന്റെ ഹെയർ സ്റ്റൈൽ അതാക്കി തരൂ. തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വെട്ടിക്കുളവായതൊക്കെയാണ്. പിന്നെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എന്റെ ഹെയർ ഒന്നും എസ്പെഷ്യലി വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഹെയർ. പിന്നെ ഇപ്പൊ സീരിയലിൽ വേറെ ഹെയർ സ്റ്റൈൽ ക്യാരക്ടറിനനുസരിച്ച് അപ്പൊ മാറ്റും. അശ്വിനിയുടെ ബ്രദർ അർജുൻ ഇവരൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര മിന്നും താരങ്ങളാണ്, ഭയങ്കര വൈറലാണ് ഇവരൊക്കെ. ഭയങ്കര ബിഗ് ബോസില് പോയിട്ടുണ്ട് അർജുൻ. അർജുന്റെ വിശേഷങ്ങളൊക്കെ? അർജുൻ ഇപ്പൊ റീസെന്റ് ജിത്തു ജോസഫ് സാറിന്റെ മൂവി ചെയ്തു. ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും അശ്വിനി താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാ ഞങ്ങൾ മനസ്സിൽ ഒരുപാട് വർഷമായിട്ട് ആഗ്രഹിച്ചു വെച്ചൊരു കാര്യം ഞങ്ങളിതാ നേടി തന്നിരിക്കുന്നു, കാണാൻ പറ്റും. ചേച്ചി സോഷ്യൽ മീഡിയയില് ഒട്ടും ചേച്ചിനെ അട്രാക്ട് ചെയ്തിട്ടില്ല, അതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഒന്നും ചേച്ചിക്ക് തോന്നിയിട്ടേ ഇല്ല? തോന്നിയിട്ടില്ല, ഇപ്പൊ തോന്നുന്നുണ്ട്. ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ അപ്പം ഇങ്ങനെ അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും ചേച്ചി ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവപ്പെടുന്ന കുറെ ഓരോ കാര്യങ്ങളുണ്ട്. ചില സംഭവങ്ങളൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ എനിക്ക് കാണിച്ചു തരാറുണ്ട്, പക്ഷെ ഞാൻ അതിനോട് കൂടുതൽ അടുത്തിട്ടില്ല, അത് മാത്രം. ഇല്ല. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അതൊന്നും ഞാൻ പ്ലേ ചെയ്യാം. നിങ്ങൾ ആർട്ടിസ്റ്റുകളെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതും പറയാത്തതും, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രൈവസി, ഇതിനൊക്കെ വെച്ചിട്ട് ഇതാണ് ഇതിനകത്ത് കുറെ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഭവിഷ്യനാണെങ്കിൽ പോലും മോന്റെ കല്യാണത്തിന്റെ സമയത്ത് വാണി ചേച്ചി വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് അവർ ഓരോരുത്തരും വന്ന് അവരിത് തന്നെയാണോ നോക്കിയിരിക്കണേന്ന് തന്നെ ചിലപ്പോ തോന്നും. എന്ത് പറയാൻ പറ്റും, ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് അവർക്ക് വരുമാനത്തിന് വേണ്ടിയാണ്. പക്ഷെ നമുക്ക് എത്രത്തോളം പെയിൻഫുൾ ആവുന്നുണ്ട്. ഇന്നത്തെ ലോകം അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവര് പറയാം. അതിനെ മാക്സിമം അവരും ഇല്ലാണ്ടിരിക്കാൻ കൊടുക്കാൻ കാരണം അവർക്ക് എന്തെങ്കിലും പറയണം. നമുക്ക് അതിന്റെയൊക്കെ പുറകെ നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതൊരു കാര്യമില്ല, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഒഴിഞ്ഞൊഴിഞ്ഞു പോണത്.
ഓക്കെ, ഇതപ്പം വീട്ടിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ലേ ഈ ഒരു വിഷയമൊക്കെ? ഇല്ല, കുറവായിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് അതിനോടുള്ള അട്രാക്ഷനും വേണ്ട കുറവ് എന്ന് തോന്നുന്നത്. ഓക്കെ, കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ആൾക്കാര് പിന്നാമ്പുറത്തിൽ എന്തൊക്കെയാണ്, മറ്റുള്ളവരുടെ വീട്ടിൽ എന്തൊക്കെ നടക്കണോ അതൊക്കെ അറിയാൻ വെറുതെ ഇരുന്ന് അവർക്ക് വ്യൂസ് കിട്ടാനും അവർക്ക് ഇത് കിട്ടാനും മറ്റുള്ളവരുടെ ലൈഫിനെ വെച്ചിട്ടാണ് ഇവർ അതൊരു രോഗമല്ലേ, അതൊരു രോഗമാണ് ശരിക്കും പറഞ്ഞാൽ. ആ രോഗത്തിന് ഇനി മരുന്ന് കണ്ടുപിടിക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുവാണെങ്കിൽ കേൾക്കാൻ എല്ലാവർക്കും രസമാണ്. പക്ഷെ ഒരാളെ കുറിച്ച് മോശം പറയുക അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, എന്നിട്ട് അതിനകത്ത് ഇത് ഇങ്ങനെ വലിയ ചർച്ചയാക്കുക, അതൊക്കെ ഇത് കാണുന്ന ഒരു വ്യക്തി എത്രത്തോളം വേദന എടുക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഇങ്ങനെ ഇവരുള്ള ചിന്തിക്കുന്നേ ഇല്ല. അതുകൊണ്ടും തന്നെ ആയിരിക്കാം കൂടുതലും ഞാൻ ഇതൊന്നും എനിക്ക് കാണാത്ത കാരണം ഞാൻ സമാധാനമായിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ. ഓക്കെ, അപ്പൊ ഈ 10 വർഷം ചേച്ചി ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നപ്പം ചേച്ചി ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്തിരുന്നതും ചേച്ചി ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ചേച്ചിക്ക് നൽകിയതും എന്തൊക്കെയായിരുന്നു? എന്റെ ഏറ്റവും വലിയ ഹാപ്പി, ഞാൻ സിനിമയുടെ കൂടെ തന്നെയാണ്. ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നാലും സിനിമയോട് കൂടിയിട്ടാണ് പോകുന്നത്. എല്ലാ പടങ്ങളും കാണും, എല്ലാ സിനിമകളും കാണും. അപ്പൊ പക്ഷെ എനിക്ക് സിനിമ തന്നിട്ടുള്ള സന്തോഷത്തെക്കാളും നമുക്ക് സിനിമയാണ് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ളത്. പക്ഷെ സിനിമ തന്നത് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിലും നല്ല സന്തോഷത്തിലേക്കല്ലേ നമുക്ക് പോകേണ്ടത്. അപ്പൊ അതിലും നല്ല സന്തോഷമാണ് എനിക്ക് എന്റെ കുട്ടികളുടെ കൂടെ നടക്കുന്നതും അവരെ ഡ്രോപ്പ് ചെയ്യുന്നതും 14 വർഷമായിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ. അതാണ് ഏറ്റവും സന്തോഷം. അതുകൊണ്ട് മാറി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഷോയില് ഇപ്പൊ നമ്മൾ സീസൺ 3 ആദ്യത്തെ എപ്പിസോഡാണിത്. അപ്പൊ ഈ പോയ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സീസണിൽ എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ശങ്കരൻ എന്നാണ് ആളുടെ പേര്. ആള് വന്നിട്ട് എന്തൊക്കെ ചോദിക്കും, എങ്ങനെയാണ്, ഇതൊന്നും എനിക്കറിയില്ല. കേട്ടിടത്തോളം കുറച്ച് കോനിഷ്ഠ ചോദ്യങ്ങളും കുറച്ച് ഇങ്ങനത്തെ എന്തൊക്കെയോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ചേച്ചിയുടെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്, അത് ചേച്ചി ഹാൻഡിൽ ചെയ്തോളാം. ശങ്കരൻ, ശങ്കരന്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കണോ? ശങ്കരന് ചോദിച്ചാ പോരെ? ഇത് മനസ്സ് പറയുന്ന കാര്യങ്ങൾ ശങ്കരൻ അറിയണം. ചേച്ചിയോട് ശങ്കരന് ചോദിക്കാനുള്ള കാര്യങ്ങളാ. ഇരിക്കുന്നോ? ഇരുന്നോ. ഭാവിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അച്ഛന്റെ പ്രവചനം സത്യമാകുമെന്ന് മനസ്സ് പറയുന്നു. അല്ല, എന്നെ വാക്കിൽ പറഞ്ഞാൽ മതി. ആക്ച്വലി ക്ഷണിച്ചതാണ്, പോകാൻ തീരുമാനിച്ചുമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞതാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് അച്ഛൻ മരിച്ച സമയമായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഇനി എപ്പോഴെങ്കിലും വരാലോ, കുഴപ്പമൊന്നുമില്ല, ചാൻസസ് ഉണ്ട്. ഓക്കെ, തോക്കും അടുത്തിട്ട് പോയവളാണ് വാണി വിശ്വനാഥ് എന്ന വിശേഷണം കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു തോക്കിനായിരിക്കും അടുത്തത്. ഓക്കെ, സിനിമയിൽ നിന്നും മകളെ തേടി അവസരങ്ങൾ വരുന്നുവെങ്കിലും ആർച്ചിയെ സിനിമയിലേക്ക് വിടാൻ ചെറിയ മടിയുണ്ട്. എനിക്ക് മടിയൊന്നുമില്ല, ബാബുവേട്ടനും മടിയില്ല, അവൾക്കാണ് കുറച്ച് മടി. ആണോ? അതെ, അപ്പൊ അതുകൊണ്ട് അവളുടെ തീരുമാനമാണ്. സിനിമ എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല, ഞങ്ങളൊക്കെ കുടുംബമേ സിനിമയിലാണ്. അപ്പൊ അവൾക്ക് എപ്പോ ഇഷ്ടം വരുന്നോ അവൾ അഭിനയിക്കട്ടെ. അതെ, ആളിപ്പോ പഠിക്കുകയാണ്. ഇപ്പൊ പഠിക്കുകയാണ്. മദ്രാസിൽ വെച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയി വരുന്ന വഴിക്ക് ഒരു കാർ വന്ന് തട്ടിയ സംഭവം ജീവിതത്തിലെ ആദ്യകാല ട്രോമയിൽ ഒന്നായിരുന്നു. അതെന്താ ചേച്ചി സംഭവം? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരാളെ അടിച്ചില്ല എങ്കിലും കാറ് തട്ടിയിട്ട് പോയിട്ട് അവൻ നിർത്താതെ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അറിയാതെയായിരിക്കുന്നു. പിന്നെ വേണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പോയി നമ്മുടെ ചെറിയൊരു വാണി വിശ്വനാഥ്, ഞാൻ റിയൽ വാണി വിശ്വനാഥ് അതാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ റിയൽ ലൈഫിലും ചേച്ചി കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ടി വരുമ്പോ കൊടുക്കും. ആണ്. യെസ്, അങ്ങനെ ആവണം. നമ്മള് നോ പറയാൻ പറ്റേണ്ടടുത്ത് അല്ല, പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ, ശങ്കരൻ കേട്ടോ, സൂക്ഷിച്ചൊക്കെ നിക്കണം കേട്ടോ. വാണിച്ചേച്ചി അതുകൊണ്ടാണ് ഈ ഡ്രസ് തോന്നുന്നു. ഓക്കെ, എന്നെ അപമാനിക്കാൻ മുന്നോട്ട് വരുന്ന ഒരാളെ നേരിടേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അത് കഴിഞ്ഞേ മറ്റാരുടെയും സഹായം തേടേണ്ടതുള്ളൂ. സത്യമാണ്. ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് പറ്റില്ല എന്ന് വരുമ്പോഴാണ് വേറൊരാളുടെ ആവശ്യമുള്ളൂ. അത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നു. ഭാഗ്യം കൊണ്ട് ഞാൻ തന്നെ മതി. ഇതേപോലെ ബോൾഡാണ് ചേച്ചി. മക്കളും ബോൾഡ് എന്ന് പറയാം. മോൻ നല്ല ബോൾഡാണ്. മോള് ഇനി ആവാലോ, സോഫ്റ്റാ.
ഇപ്പൊ പഠിപ്പിനോടാണ് കൂടുതൽ താല്പര്യം. മലയാളത്തിൽ ഹീറോയ്ക്ക് വേണ്ടിയിട്ടാണ് സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അതാണല്ലോ വേണ്ടത്. അതൊരു വ്യാപാരമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ഹീറോയിസ് ആയിരിക്കും കൂടുതൽ വേണ്ടത്. പിന്നെ ഇതുപോലെ ഹീറോയിൻസും ചെയ്തിട്ടുണ്ട്, അങ്ങനെയുണ്ട്. അത് തന്നെ ആവരുതല്ലോ, ആ ഒരു പാറ്റേൺ ആവരുതല്ലോ. വ്യാപാരമാണ് സിനിമ, എന്റർടൈൻമെന്റ് ആണ് സിനിമ. അപ്പൊ കൂടുതൽ ഹീറോസ് തന്നെയാണ് വേണ്ടത് തോന്നുന്നു. തെറ്റുപറ്റി എന്ന് തോന്നിയാൽ ക്ഷമ ചോദിക്കാൻ മടിയില്ലാത്ത ഒരാളാണ് വാണി വിശ്വനാഥ്. ഉറപ്പായിട്ടും ക്ഷമിക്കൂ. അങ്ങനെ തെറ്റു പറ്റാറില്ല. തെറ്റു പറ്റാൽ ക്ഷമിച്ചിരിക്കും. ഒരു ഫോട്ടോ കണ്ടല്ലോ, ഒരു ഫോട്ടോ. ഫോട്ടോയോ? ഫോട്ടോ എടുക്കണോ? അല്ല, കണ്ടാലോ? കാണണോ? ഇവിടെ ഏത് ഫോട്ടോ കാണാനാ? ഒരു ഫോട്ടോ. ഞാൻ ഒരുപാട് ചിരിച്ച ശരിക്കും പറഞ്ഞ ബാബുവേട്ടന്റെ അമ്മയുണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും. അതേ ചായയാണ് പുള്ളി. എനിക്കിത് അയച്ചു തന്നു, എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ചിരി അടക്കാൻ വയ്യ, ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ വേഷം കെട്ടിയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഒരുപാട് അമ്മയൊക്കെ ചിരിപ്പിക്കാൻ, എന്റെ അമ്മയൊക്കെ ചിരിപ്പിക്കാൻ ഒരുപാട് വേഷങ്ങൾ കിട്ടും. ഇങ്ങനെ അടുക്ക് ചോറും പാത്രമൊക്കെ ഉണ്ടല്ലോ, ആ പാത്രമൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന പോലെ കാണിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ കിടുകിടുകിടുന്ന് തന്നെ ചിരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര എന്റർടൈൻമെന്റ് വീട്ടില്. ഭയങ്കര നല്ല കുക്കാണെന്നൊക്കെ കേട്ടു. അയ്യോ, വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. 100%. അയ്യോ, എനിക്ക് തീരെ അറിയില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്താൽ രുചിയുള്ളതെന്നൊക്കെ ഇവര് പറയാറുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അച്ഛൻ ജ്യോത്സ്യനായതുകൊണ്ട് വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നു. വിശ്വാസം അത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. അതിപ്പോ എല്ലാവരും ജ്യോത്സ്യത്തില് വിശ്വസിക്കണം എന്നില്ല. ഞങ്ങൾ ചെറുപ്പം മുതൽ ഇങ്ങനെ അച്ഛനെ കേട്ട് വളർന്നത് കൊണ്ട് അതൊരു വിശ്വാസമായി നോക്കുന്നു. പകുതി താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നതാണോ. നല്ല റിലീജിയസ് ആണ് അതില് വിശ്വസിക്കുന്നവർക്ക്. അതെ, അതങ്ങനെയാ ചേച്ചി, വിശ്വസിക്കുന്നവർക്ക് അതിന്റെ അത് മാത്രമേ അറിയുള്ളൂ. അന്ന് ചെയ്ത ചില കഥാപാത്രങ്ങൾ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറുകളും എനിക്ക് അങ്ങനെയാണ്. ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് വന്നാലും പിന്നെയും ഒന്നും കൂടി തോന്നും നമുക്ക്. അതുപോലെയാണ്. അപ്പൊ എല്ലാ ക്യാരക്ടറും ഒരു പ്രാവശ്യം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബസ്സിന് പോകാനുള്ള കാശ് മാറ്റിവെച്ച് നടന്നു പോയ പ്രകൃതം പിൽക്കാലത്ത് ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതൊരു എന്താ പറയാ, അത് നമുക്കൊരു വിശ്വാസമാണ്, നമ്മളുടെ ഒരു ആത്മവിശ്വാസമാണ് അത്. പക്ഷെ ആ കാശ് മാറ്റി വെച്ച് സിനിമയ്ക്കായിരുന്നു. ആ സിനിമ തന്നെ എനിക്ക് കാശ് നേടി തന്നു എന്നാണ് പറയേണ്ടത്. തീർന്നു ശങ്കര, ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു ഫോട്ടോ കാണണം. എന്ത് ഇനി ഫോട്ടോയോ? അതേതാ? അച്ചോടാ, കല്യാണ ഫോട്ടോ. തിരുപ്പതിയിലായിരുന്നു. തിരുപ്പതിയിൽ. ഇപ്പൊ കറക്റ്റ് എത്ര വർഷമായി ചേച്ചി? ഇപ്പൊ ആർച്ചയുടെ വയസ്സിനേക്കാൾ ഒരു 2002 ഓക്കെ. തിരുപ്പതി അമ്പലത്തില്. ഓക്കെ. അപ്പൊ ശങ്കര, ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞോ? ചോദ്യങ്ങൾ കഴിഞ്ഞു. സ്റ്റണ്ട് പഠിപ്പിക്കുമോ ചോദിക്കാൻ വേണ്ടി. എന്താ ചോദിക്കണ്ടേ? എന്നെ സ്റ്റണ്ട് പഠിപ്പിക്കും. ഈ ഡ്രസ് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. അല്ല, ഇതാ നല്ലത്. ഈ ഡ്രസ്സിൽ പഠിപ്പിക്കൂല, വേഷം മാറിയിട്ട് വന്നാ പഠിപ്പിക്കാം കേട്ടോ. എന്തായാലും മുൻകരുതൽ നന്നായി. ആളുടെ കയ്യിലൊക്കെ കുറച്ച് അതാണ് ഇങ്ങനെ മുൻകരുതൽ എടുത്ത് വന്നിരിക്കുന്നത്. ഓക്കെ ശങ്കര, ശരി. ചേച്ചിക്ക് പൊറോട്ടയും ബീഫും ഭയങ്കര ഇഷ്ടമാന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആണോ? ഞങ്ങൾ ബീഫ് കഴിക്കാറില്ല. ഇല്ല. പൊറോട്ടയും ഞാൻ വളരെ ആരാ പറഞ്ഞു, ബാബുവേട്ടനായിരിക്കും. ബാബുവേട്ടന്റെ ഇഷ്ടപ്പെട്ട സംഭവമാണ് അത്, പൊറോട്ടയും ബീഫും. ചേച്ചി വെജിറ്റേറിയൻ ആണോ? പ്യോർ നോൺ വെജ് ആണ്, പക്ഷെ ബീഫ് കഴിക്കില്ല. അപ്പൊ ചിക്കൻ, മട്ടൺ, ഫിഷ് കഴിക്കും. പക്ഷെ ചേച്ചിക്ക് ഇത് ഒരു ആരാധിക കൊടുത്തു വിട്ടിരിക്കുകയാണ്. ചേച്ചിക്ക് പൊറോട്ടയും ചിക്കനും ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഒരു ആരാധിക കൊടുത്തു വിട്ടിട്ടുണ്ട്. അലീന എന്നാണ്, പത്തനംതിട്ടയിൽ നിന്നും അലീന എന്ന് പറഞ്ഞ ഒരാളാണ് ചേച്ചിക്ക് ഇത് ഇഷ്ടമാണെന്ന് അറിഞ്ഞ് കൊടുത്തു വിട്ടിരിക്കണത്. ഞാനത് ചേച്ചിക്ക് ഇപ്പൊ തരാം, ചേച്ചി അത് കഴിക്കണം. ഓക്കെ, എനിക്ക് ഫ്രൂട്ട്സ് മതി ഇപ്പൊ. ടേബിൾ എന്തെങ്കിലും ഉണ്ടോ? എന്നാ ചേച്ചി ഒരെണ്ണം എടുക്കൂ, ഒന്ന് ടേസ്റ്റ് ചെയ്യും. അവര് കൊടുത്തു വിട്ടതല്ലേ. പിന്നെ നമ്മളിപ്പോ ഇരിക്കുന്നത് കൊച്ചിൻ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്, കടവന്ത്രയിലുള്ള. അപ്പം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ് ഇതെല്ലാം. അലീന ഓർഡർ ചെയ്തു. അത് ചേച്ചി ഒന്ന് കാണിച്ചോളൂ. ചേച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്തോ. എന്നിട്ട് നമുക്ക് ഇത് കഴിയുമ്പോ കഴിക്കാം. ഫ്രൂട്ട് എന്തെങ്കിലും കൂടെ കഴിക്കണോ ചേച്ചി? നന്നായിട്ടുണ്ട്. ഇല്ല, പിന്നെ മതിയോ? എനിക്ക് ടിഷ്യൂ വേണേ. പൊറോട്ട, കേരളത്തിൽ പൊറോട്ട ഫേമസ് ആണ്, ഭയങ്കരമാണ് ചേച്ചി. ഇവിടെ പൊറോട്ട ബീഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വികാരമാണ് മലയാളികളുടെ. അത്
ഇപ്പൊ ബീഫ് എന്ന് ബാൻ ചെയ്യണു എന്നൊക്കെ ഇഷ്യൂ വന്നപ്പോ നമ്മുടെ മലയാളികളല്ലേ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അഗെയിൻസ്റ്റ്, അവർക്ക് എന്തൊരു ഭയങ്കര ഒരു ഫീൽ ഇതാണ്. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ഞാൻ ആർക്കും കൊടുക്കില്ല. ഇന്റർവ്യൂ അല്ല കേട്ടോ, ഇത് 1.5 ഇന്റർവ്യൂ, ഒരു ഇന്റർവ്യൂ അല്ല. ഇനി മൈൽ സ്റ്റോറി എന്ന് പറഞ്ഞ അപ്പൂസ് വിളിച്ചാൽ ചേച്ചി വരുമോ ഇല്ലയോ? വന്നിരിക്കും. ഓ ഇതുപോലെയാണെങ്കിൽ വന്നിരിക്കും. അന്നത്തെ പോലെ തന്നെയാണോന്ന് ഇനിയും ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ നിറയെ ചോദ്യങ്ങളും കാര്യങ്ങളും. നമുക്കറിയാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ. ചേച്ചി പിടികിട്ട പുള്ളിയുടെ നടക്കുകയായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ പിടിച്ച് കെട്ടി ഇവിടെ ഇരുത്തി. ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാരും ചോദിക്കുന്ന ഇനിയും കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇന്നിപ്പോ ചോദിക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് ഞാൻ ഇനിയിപ്പോ ചേച്ചിനെ വിളിച്ചിട്ട് ഇനിയിപ്പോ എപ്പോ ചോദിക്കും, അടുത്ത എന്തെങ്കിലും ഒരു ഇന്റർവ്യൂല് ചേച്ചിനെ വിളിച്ചിട്ട്. ഇന്നിപ്പോ നമ്മൾ ഇവിടെ വന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും ചേച്ചിനെ മിസ് ചെയ്യാണ്. ഈ ഒരു ആക്ടറിനെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് അത് ഫീൽ ചെയ്യാം അല്ലെ? എല്ലാവരും പറഞ്ഞ ഒരേ ഒരു വാക്കാണ്. ചേച്ചിയും പറയുന്നത് തുടർന്ന് ചേച്ചി ഉണ്ടാവും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് പറ്റിയ, അവർക്ക് പറ്റിയ, എനിക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളുമായിട്ട് വരാൻ, അതുപോലത്തെ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഉണ്ടാവും. എന്തായാലും ചേച്ചി അവസാനം ഞങ്ങളുടെ ഈ ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് വന്നിട്ട് ഇനി ലാസ്റ്റ് ഒരേ ഒരു ചോദ്യം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനോട് ചേച്ചി എത്രത്തോളം യോജിക്കുന്നു? ചേച്ചിയുടെ ലൈഫ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്? മോസ്റ്റ് ബ്യൂട്ടിഫുൾ. എന്താ പറയാ, ബ്യൂട്ടിഫുൾ മാത്രല്ല, എല്ലാം ചേർന്നതാണ്. ഒരുപാട് എൻ്റെ ലൈഫ് വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്നു. മക്കളും എല്ലാവരുമായിട്ട് അത് എന്നെ കാണുമ്പോ തന്നെ അറിയാലോ. തീർച്ചയായിട്ടും പറയുന്നതുകൊണ്ട് തന്നെ അറിയാലോ ഞാൻ വളരെ സന്തോഷവതിയാണ്. മക്കളുടെ കാര്യങ്ങൾ നോക്കി അതിലൊരു സന്തോഷമുണ്ടല്ലോ, അതിലാണ് കൂടുതൽ ലൈഫ് ബ്യൂട്ടിഫുൾ ആവുന്നത്. ശരിക്കും നമ്മുടെ ലൈഫിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് അവരൊക്കെയാണല്ലോ. അതെ അതെ. അപ്പൊ എന്തായാലും ശരിക്കുള്ളൊരു ടൈറ്റിൽ തന്നെയാണ്, എനിക്ക് പറ്റിയ ടൈറ്റിൽ തന്നെയാണ്. അപ്പൊ ഇതേപോലെ ഇനി മനോഹരമാവട്ടെ ചേച്ചിയുടെ ലൈഫ് എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്, വിഷ് ചെയ്യാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഇത്രയും നല്ല സമയം ഞങ്ങൾക്ക് തന്നതിന്. യെസ്, താങ്ക് യു.